അങ്ങോട്ട് അടുത്ത് വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിൽ പകരം ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയിൽ നിന്ന് അകറ്റിക്കളയുന്ന യാതൊരു അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതം ഉണ്ടാകും അനുവദിക്കല്ലേ. ദൈവമേ, ഇന്ന് പകൽവേള അങ്ങയിൽ നിന്ന് അകറ്റിക്കളയുന്ന യാതൊരു അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതം ഉണ്ടാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കല്ലേ. ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ, കഴുകി ശുദ്ധീകരിക്കണമേ. കുഞ്ഞാടെ രൈതതാൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. പ്രാർത്ഥിക്കാം. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതവേളയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ രാവിലെ സമയം തൃപ്പാദാന്തിക എടുത്തു വന്ന് അങ്ങയെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ അവിടെ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നിരിക്കയാൽ ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി വേളയിൽ തിരുസന്നിധാനം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തു. ഈ പകൽവേളയിലും രാവിലെ സമയങ്ങളുടെ സന്നിധാനം ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു. കഴിഞ്ഞ രാത്രി വേള ഞങ്ങൾക്കെല്ലാം സുഖകരമായി വിശ്രമത്തെ നൽകി അങ്ങ് ഞങ്ങൾ താങ്ങിയതിനായി പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽപ്പാനും അങ്ങേ സ്തുതിപ്പാനും കടന്നു വന്ന് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാനും അവിടെ ഞങ്ങൾക്ക് അവസരം നൽകിയിരിക്കയാൽ സ്തോത്രം. ഇന്ന് പകൽ സമയത്തെ ആരാധന ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. വലിയ ആത്മപകർച്ച ഞങ്ങളുടെ മധ്യം ഉണ്ടാകുകയാക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ സമയം ഞങ്ങളോട് ഇടപെടണമേ, സംസാരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളെ ഓർപ്പിക്കണമേ, ഞങ്ങളുടെ വീഴ്ചകൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണമേ. കർത്താവേ, അവയ്ക്കെല്ലാം പരിഹാരം വരുത്തി അങ്ങയോടൊന്നുകൂടെ അടുത്തു വരുവാൻ, കർത്താവിൻ്റെ പ്രവൃത്തി ഞങ്ങളിൽ വെളിപ്പെടുവാൻ, ദൈവിക വിടുതൽ ഞങ്ങൾ അനുഭവിച്ചറിവാൻ തക്കവണ്ണം ഇന്ന് പകൽവേള രാവിലെ സമയം ഞങ്ങൾ കൃപ ചെയ്യണമേ. ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടിവരുത്തിയ ദൈവമക്കൾക്കായി സ്തോത്രം. വ്യക്തിപരമായി കുടുംബങ്ങളെല്ലാവരെയും സഹായിക്കണമേ. കർത്താവെ, യാത്രകളെല്ലാം കൂടുതലല്ലോ, വാഹനങ്ങളെ നിയന്ത്രിച്ചല്ലോ. കടന്നുവരുള്ള പ്രിയപ്പെട്ടവർ എത്ര വേഗം കൂട്ടിവരുത്തണമേ. വഴിമതിയായിരിക്കുന്നവരെ സൂക്ഷിക്കണം, വാഹനങ്ങളെ നിയന്ത്രിക്കണമേ. എല്ലാവരും ക്ഷേമത്തോടെ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ആത്മനിറവിൽ അങ്ങേ ആരാധിപ്പാൻ, വലിയ വിടുതലുകൾ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഇന്ന് പകൽവേള ഞങ്ങളെ സഹായിക്കണം. ദൈവകൃപ ഞങ്ങളെ പകരുന്ന പകൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടുന്ന് പകർന്ന് കഥാവെ ആത്മശക്തി പകർന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. ഗാനശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം. ആത്മനിറവിൽ പാടുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് പാടി അങ്ങേ ആരാധിപ്പാൻ ദൈവകൃപ നൽകണമേ. കർത്താവെ, ഞങ്ങൾ ആരും അന്യചിന്തകളോടെ, അലസതയോടെ, ഉദാസീനതയോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അനുവദിക്കല്ലേ. ഏകാഗ്രതയോടും ഭയഭക്തിയോടും തൃപാദാന്തികയായിരിക്കാൻ ദൈവം കൃപ ചെയ്യണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥനകളും യാചനകളും കേട്ടനായ സ്തോത്രം. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് അവിടുത്തെ വിലയേറിയ മേശ ഞങ്ങളുടെ മധ്യമുണ്ടല്ലോ. വളരെ പ്രാഗൽഭ്യത്തോടുകൂടി പങ്കുകാരായി തീരുവാൻ കർത്താവ് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായി തിരുമേശയിൽ സംബന്ധിപ്പാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കും. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ സ്ഥൂലനാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് സ്തോത്രഗീതം പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാമല്ലോ. ഈ പ്രഭാതത്തിൽ സ്തോത്രം വളരെ ഉന്മേഷത്തോടെ ആത്മാവിന്റെ നിറവിൽ പാടി ദൈവത്തെ ആരാധിക്കട്ടെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ എന്നുള്ള പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. താഴ്ചയിൽ നമ്മെ ഓർത്തവനെ, വീഴ്ചയെ നീയെ കാത്തവനെ. നമ്മെ ഓർത്തവനെ, വീഴ്ചയെ നീയെ കാത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലെ, വാഴ്ചയേകി നിത്യം ചേർത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലെ, വാഴ്ചയേകി നിത്യം ചേർത്തവനെ. സ്തോത്രഗീതം പാടുക നീ മനമേ,
കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രു മുൻപാകെ മേശയൊരുക്കും മിത്രനാമേശുവേ സ്തുതി മനമേ. ശത്രു മുൻപാകെ മേശയൊരുക്കും മിത്രനാമേശുവേ സ്തുതി മനമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. കഷ്ടവും മഹാശാസനയും നിന്ദയുമുള്ള ദിനവുമിതേ. കഷ്ടവും മഹാശാസനയും നിന്ദയുമുള്ള ദിനവുമിതേ. ഉള്ളം കലക്കും കള്ള സഹോദരൻ വള്ളുര ചെയ്യുകിലെന്തു ഭയം. ഉള്ളം കലക്കും കള്ള സഹോദരൻ വള്ളുര ചെയ്യുകിലെന്തു ഭയം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ഒന്നിനും പതറിയിടരുതേ, കണ്ണിൽ വഴി പോയിടിലോ. ഒന്നിനും പതറിയിടരുതേ, കണ്ണിൽ വഴി പോയിടിലോ. മാനരിൽ മാനവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തൂ. മാനരിൽ മാനവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തൂ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. പാറയിൽ നിന്നു തേൻ പൊഴിയോ, ജീവനീരിൽ നിന്നു കുടിക്കൂ. പാറയിൽ നിന്നു തേൻ പൊഴിയോ, ജീവനീരിൽ നിന്നു കുടിക്കൂ. മരുഭു പ്രയാണം കഴിയും വരെ അവൻ നമ്മെ ചിറകടിയിൽ. മരുഭു പ്രയാണം കഴിയും വരെയോ മറയ്ക്കുമവൻ നമ്മെ ചിറകടിയിൽ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ആശിച്ച ദേശം കാണുകയാ, ക്ലേശമഖിലവും നീങ്ങുകയാ. ആശിച്ച ദേശം കാണുകയാ, ക്ലേശമഖിലവും നീങ്ങുകയാ. യേശു മണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവട്ടിയായ നമ്മെ. യേശു മണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവട്ടിയായ നമ്മെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ഒന്നിലും
വഴി പോയിടിലും ഒന്നിലും പതറിയിടരുതേ. താഴ്വീരിൽ വഴി പോയിടിലും മാന്യരിൽ മാന്യവൻ നമ്മോടു കൂടെ. എങ്ങും അവൻ നമ്മെ വഴി നടത്തും. മാന്യരിൽ മാന്യവൻ നമ്മോടു കൂടെ. എങ്ങും അവൻ നമ്മെ വഴി നടത്തും. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. പാറയിൽ നിന്നു തേൻ പൊഴിയും. ജീവനീരിൽ നിന്നു കുടിക്കും. പാറയിൽ നിന്നു തേൻ പൊഴിയും. ജീവനീരിൽ നിന്നു കുടിക്കും. മരുഭൂപ്രയാണം കഴിയും വഴിയും മറിക്കുമവൻ നമ്മെ ചിറകടിയിൽ. മരുഭൂപ്രയാണം കഴിയും വരെയും മറിക്കുമവൻ നമ്മെ ചിറകടിയിൽ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ആശിച്ച ദേശം കാണുകയായി ദേശമഖിലവും നീങ്ങുകയായി. ആശിച്ച ദേശം കാണുകയായി ദേശമഖിലവും നീങ്ങുകയായി. യേശു മണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവാട്ടിയായ നമ്മെ. യേശു മണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവാട്ടിയായ നമ്മെ. സ്തോത്രഗീതം പാടുക നീ മനമേ. കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. 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 Thank you, Lord. Hallelujah. Hallelujah. Thank you, Jesus. Praise you, Lord.
പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വീട് ദൈവസന്നിധാനത്തിൽ വണക്കാമല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതവേള ദൈവത്തിന്റെ പാദപീഠത്തിൽ സഭയായി നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് കർത്താവിനെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ദൈവം ഒരവസരം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയല്ലോ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം നമ്മെ അത്ഭുതമായി പരിപാലിച്ചു. നമ്മുടെ ജോലി കാര്യങ്ങൾ, യാത്രകളൊക്കെ ദൈവം കൂടിയിരുന്നു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ദോഷങ്ങൾ, ഭാരങ്ങളും ഒക്കെ വിടുവിച്ച് നമ്മെ വ്യക്തിപരമായി, കുടുംബങ്ങളായി ദൈവം അത്ഭുതമാവണം പരിപാലിപ്പാൻ, സഭയായി എല്ലാ പ്രിയപ്പെട്ടവരെ പരിപാലിച്ചല്ലോ. ദുഃഖത്തിന്മേൽ ദുഃഖം ഭവിക്കാതെ, വ്യസന കാരണമായി അത് സംഭവിക്കാതെ ദൈവത്തിന്റെ കരം നമുക്ക് എല്ലാവർക്കും അനുകൂലമായിരുന്നു. ദോഷങ്ങളിലൊക്കെ വിടുവിച്ചു ധരിച്ച് സമാധാനത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ ദൈവപാദപീഠത്തിൽ ഒരുമിച്ചായിരുന്നു ദൈവത്തെ ആരാധിപ്പാൻ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ദൈവമായ കർത്താവ് നമുക്ക് അവസരം നൽകിയല്ലോ. നാം ഒരുമിച്ച് കൂടി വന്ന ദൈവനാമത്തിന് മഹത്വമായി തീരുവാൻ കടന്നു വന്ന മേഘവർക്കും വിടുതലും അനുഗ്രഹമായി തീരണം ദൈവങ്ങളിൽ സമർപ്പിക്കാം. പാടുവാൻ ദൈവം പിന്നെ നമ്മെ ശക്തി ആത്മാവിൽ പാടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൃപ നൽകേണ്ടതിനായി സ്തോത്രം. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ദൈവം ബലപ്പെടുത്തേണ്ടതിനായി, ആത്മാവിൽ ആരാധിപ്പാൻ ദൈവം ശക്തീകരിക്കേണ്ടതിനായി. ഹല്ലേലൂയ. കർത്താവിന്റെ വിലയേറിയ മേശ നമ്മുടെ മധ്യം കൊണ്ട് വളരെ പ്രാഗൽഭ്യതയോടുകൂടി പങ്കാരായി തീരത്തക്കോണം കർത്താവ് നമ്മെ കഴുകി ശുദ്ധീകരിക്കേണ്ടതിനായി, ദൈവകൃപ നമ്മിൽ പകരേണ്ടതിനായി ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദിവസമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലും നിയന്ത്രണത്തിലും നടത്തിപ്പിലുമായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്ന ദൈവങ്ങളിൽ സമർപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി തുറന്നു നടക്കുന്ന അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം സ്തോത്രം. കരുണാസമനായ സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾക്ക് സഭായോഗമായി കർത്താവേ ഈ രാവിലെ സമയം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഈ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. കടന്നു വന്ന ഞങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇനിയും കടന്നു വരുവാനുള്ളവരും എത്രയും വേഗം കടന്നു വരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇന്നത്തെ ഈ കർത്താവേ സഭായോഗം ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങൾക്ക് പാടുവാൻ ദൈവം കൃപ ചെയ്തല്ലോ കർത്താവേ. വീണ്ടും കർത്താവിനെ പാടി ആരാധിക്കുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. നല്ല സങ്കീർത്തനത്തെ അവിടുന്ന് കർത്താവെ തിരുമാറാകണമേ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്തൃമേശി ഞങ്ങളുടെ മധ്യേ ഉണ്ടല്ലോ കർത്താവേ. അതിൽ നിന്നും കർത്താവെ ഹല്ലേലൂയ സ്തോത്രം പ്രാഗൽഭ്യത്തോടെ ഭാഗവാക്കുകളാകുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള വചന ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കണമേ. സൂക്ഷിപ്പാൻ ദൈവദാസനെ ബലപ്പെടുത്തണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇടങ്ങളെല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. ദൈവം ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരും കർത്താവെ വിടുതൽ പ്രാപിച്ച കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കണം കർത്താവേ. അടിയങ്ങളുടെ പ്രാർത്ഥനയാചനയും ദൈവം അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റത് 80-ാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. 80-ാം സങ്കീർത്തനം, സാം നമ്പർ 80. Praise you, Jesus. 80-ാം സങ്കീർത്തനം. ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളണമേ. കിരൂബുകളിൽ മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. എഫ്രൈമും ബെന്യാമീനും മനസ്സിയും കാണുക, നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടണമേ. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നീ നിർജ്ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോപിക്കും. നീ അവർക്ക് കണ്ണുനീരിന്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു. അനവധി കണ്ണുനീർ അവർക്ക് കുടിക്കുവാൻ കൊടുത്തിരിക്കുന്നു. നീ ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് വഴക്കാക്കി തീർക്കുന്നു. ഞങ്ങൾ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞ് പരിഹസിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. മിസ്രൈമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികൾ നീക്കിക്കളഞ്ഞതിനെ നട്ടു. നീ അതിന് തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു. അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു, അതിന്റെ കൊമ്പുകൾ പോലെയായിരുന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു. വഴി പോകുന്നവരൊക്കെയും അതിനെ പറിക്കുവാൻ തക്കവണ്ണം നീ അതിന്റെ വേരുകളെ പൊളിച്ചു കളഞ്ഞു. കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു.
വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. സൈന്യങ്ങളുടെമേ തിരിഞ്ഞു വരണമേ, സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ. അതിനെ തീ വെച്ച് ഉടകുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. നിന്റെ മുഖത്തിന്റെ മത്സരത്താൽ അവർ നശിച്ചു പോകുന്നു. നിന്റെ കൈ നിന്റെ വലത്ത് ഭാഗത്തെ പുരുഷന്റെ മേൽ നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ. എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ട് പിന്മാറുകയില്ല, ഞങ്ങളെ ജീവിപ്പിക്കണമേ. എന്നാൽ നിന്റെ നാമത്തെ ചേർന്ന് പാടാം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുവാൻ സ്തോത്രം. ദൈവം നട്ട തയ്യെ പരിപാലിക്കുന്ന ദൈവമാണല്ലോ. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചു, തന്റെ മക്കളാക്കി തീർത്തു. അർഹതയില്ലാത്ത സ്ഥാനത്ത്, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നമ്മെ നടുവാനിടയായി, ദൈവം നമ്മെ വിളിച്ചു ഓർത്തിരിപ്പാനിടയായി. ദൈവിക അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിപ്പാൻ അല്ലെങ്കിൽ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഇന്ന് പകൽവേള ഓർത്ത് നന്ദിയുള്ളവരായി ദൈവം ചെയ്ത സകല നന്മകളെ ഓർത്ത്, ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും ഉപകാരങ്ങളും ഓർത്ത്, ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കരങ്ങളുയർ ദൈവത്തിന് കൊണ്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ ദൈവം എത്ര നല്ലവനായ ദൈവമാണ്. ഇതുപര്യന്തം നമ്മെ നടത്തിയ ദൈവം മേലാൽ നടത്തുവാൻ ശക്തനാകയാൽ ആ ദൈവത്തെ നന്ദിയോടെ പാടി ആരാധിപ്പാൻ നമുക്കിടയാകട്ടെ. സ്തോത്രം. യഹോവയിലെ ദാതാവാം ദൈവം നീ മാത്രം മതി എനിക്ക്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മെ ദൈവകരങ്ങൾ സമർപ്പിച്ച് നമുക്ക് പാടി മുഖത്തുമെടുത്താമല്ലോ. ദാതാവാം ദൈവം നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, കണ്ണാടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മ, ആവശ്യങ്ങൾ നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ എലോഹീം, സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താൽ ഉളവായെല്ലാം. യഹോവ എല്യോൻ, അത്യുന്നതൻ നീ, നിന്നെ പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം, എൻ സമാധാനം നൽകിനേ, ശാന്തി എന്നിൽ. നീ മാത്രം മതി, നീ മാത്രം മതി, യേശു മാത്രം മതി, മാത്രം മതി എനിക്ക്. മാത്രം മതി, സമർപ്പണത്തോടെ മാത്രം മതി, മാത്രം മതി എനിക്ക്. യഹോവയിലെ ദാതാവാം ദൈവം
യേശു മാത്രം മതി എനിക്കെല്ലാം. ഓ യേശു മാത്രം മതി, യേശു മാത്രം മതി, ഓ യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, ഓ യേശു മാത്രം മതി, യേശു മാത്രം മതി നമുക്കെല്ലാവർക്കും കൂടെ ചേർന്നൊരു പാട്ട് കൂടെ പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട. ചേർന്ന് പാടി ശക്തിയോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. ഓ അക്കരയാണ് എന്റെ ശാശ്വത നാട്, അക്കരയാണ് എന്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്, ഓ അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, തരുമെനിക്ക് കിരീടമൊന്ന്. ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവവസ്ത്രം, ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവവസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസ
വിശ്വാസമാപ്പടകിൽ യാത്ര ചെയ്യും. വലിച്ചു നീ വലഞ്ഞിടുമ്പോ ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അക്കരയാണ് എന്റെ ശാശ്വത നാട്. അവിടെ നീക്കൊരുക്കുന്ന ഭവനമുണ്ട്, അവിടെ നീക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതേ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതേ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, തരുമെനിക്ക് കിരീടമൊന്ന്. ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവവസ്ത്രം, ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവവസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അവൻ കാറ്റിനെയോ കടലിനെയോ നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും Hallelujah. Glory to God, Jesus. Glory to God, Jesus. Shamana Hatrat, Digal Kadana Malagadana, Udana Malagadana, Shaida Malava, Dinara Chandana Diva. Hallelujah, 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 hallelujah. Oh, Chandana, Digana Shaida Malagana, Akamala Chandana, Digal Kadana Chandana, Dikamala Baba Chandana. Hallelujah.
Thank you, Lord Jesus. Praise you, Jesus. Praise you, Jesus. Hallelujah. 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 Praise you, Jesus. Hallelujah. 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 Thank you, Jesus. Praise you, Lord. Shukala wa shamthana di aragan. Dimana hadaga jagasya daladana. Duramana gadadaga shamthana. Ramal khadaga thanani galamar. Hoidamana gadadaga shamthaniya. Dival pragathanani galamar ababash. Thank you, Lord. കർത്താവേ നന്ദി അപ്പാ. പ്രിയ കർത്താവേ, നന്ദിയോടെ വീണ്ടും ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യും. നിങ്ങളുടെ സന്നിധാനത്തിൽ കടന്ന നിമിഷം വരെ ദൈവം ഞങ്ങളെ സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്തല്ലോ. പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ ബലപ്പെടുത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ നല്ല സംഗീതത്തിനായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കണം. ഇളവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടെ ജനത്തെ അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യമുള്ള നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽവേളയിൽ മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട കൗൺസിൽ എൽഡേഴ്സ്, പ്രിയ കർത്താവദാസൻ കുഞ്ഞുമൻ പാസ്റ്റർ, മറ്റ് കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനങ്ങളെ, പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒരിക്കൽ കൂടെ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവം നമുക്ക് കൃപ ചെയ്തല്ലോ. ഇന്ന് രാവിലെ സമയം ദൈവസന്നിധാനത്തിൽ കടന്നു വന്നത് നമ്മുടെ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ, ഉപരിയായി ദൈവനാമത്തിന് മഹത്വമായി തീരേണ്ടതിനായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 80-ാം സങ്കീർത്തനമാണ് നാം വാക്യപ്രതി വാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായത്. സ്തോത്രം. ആസാഫിൻ്റെ ഒരു സങ്കീർത്തനമായിട്ട് ഈ സങ്കീർത്തനത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തൻ്റെ ജനത്തെ കഷ്ടതയിൽ നിന്ന് വിടുവിച്ച അതിനുള്ള വിടുവിക്കാൻ വേണ്ടിയുള്ള നിലവിളി, അല്ലെങ്കിൽ ദൈവസന്നിധാനത്ത് നിലവിളിക്കുന്ന നിലവിളിയാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഈ സങ്കീർത്തനത്തിൽ എടുത്ത് ഉദ്ധരിക്കുന്ന ഒരു വാക്യമുണ്ട്. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. സ്തോത്രം. ദൈവത്തോട് അടുത്ത് വരുവാനും ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാനുമുള്ള അദമ്യമായ ആഗ്രഹം ഇസ്രായേൽ തങ്ങളുടെ ദൈവത്തോട് അറിയിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഇന്ന് 79-ാം സങ്കീർത്തനത്തിൻ്റെ തുടർച്ചയായിട്ട് ഈ സങ്കീർത്തനത്തെ നമുക്ക് പഠിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിച്ച് അശുദ്ധമാക്കിയ കാര്യങ്ങൾ ആയിരുന്നു 79-ാം സങ്കീർത്തനത്തിൽ നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ആ തകർച്ചയുടെ വേളയിൽ ദൈവ സാന്നിധ്യം ആഗ്രഹിച്ച് അതിനൊന്ന് യഥാസ്ഥാനപ്പെടുത്തേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിട്ട് ഈ സങ്കീർത്തനത്തെ നമുക്ക് പഠിക്കുവാൻ കഴിയും. ഈ സങ്കീർത്തനത്തിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, ഈ ദൈവത്തെ പറ്റിയുള്ള 3 സാദൃശ്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. 3 വിധത്തിൽ. ഒന്ന്, ഇടയനായിട്ട് ദൈവത്തെ സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. 2, സൈന്യാധിപനായിട്ട് ദൈവത്തെ സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. 3, ഒരു കർഷകനായിട്ട്, കൃഷിക്കാരനായിട്ട് ദൈവത്തെ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇടയനായ ദൈവത്തെ അവിടെ വെളിപ്പെടുത്തുന്ന വാക്യത്തിൽ ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവനായി, ഇസ്രായേലിൻ്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളയിടമേ, ഞങ്ങളുടെ നിലവിളി, ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ നിന്ന് ശ്രദ്ധിക്കണമേ. അങ്ങ് ഇടയനായ, ഞങ്ങളുടെ ഇടയനായ ദൈവമാണ്. സ്തോത്രം. ഞങ്ങളെ പരിപാലിക്കുന്ന, ഞങ്ങളെ സൂക്ഷിക്കുന്ന ഞങ്ങളുടെ ദൈവമാണ് അങ്ങ്. അതുകൊണ്ട്
ഞങ്ങളെ ഈ ദിവസങ്ങളിൽ ഒന്ന് ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾ ചിതറിയിരിക്കുന്ന ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് ഒരുമിച്ച് കൂട്ടണമേ. സ്തോത്രം. രണ്ടാമത്തെ കാര്യം നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, സൈന്യാധിപനായിട്ടാണ് കർത്താവിനെ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഇപ്പോൾ അവർക്ക് ആയിരിക്കുന്ന സ്ഥിതിയിൽ നിന്ന്, സാഹചര്യത്തിൽ നിന്ന് അവരെ ഒന്ന് മടക്കിക്കൊണ്ടുവരണം. യഥാസ്ഥാപനപ്പെടുത്തുന്ന എവിടെ ഞങ്ങളായിരിക്കണമോ അവിടേക്ക് ഞങ്ങളെ ഒന്ന് മടക്കിക്കൊണ്ടുവരണം. സ്തോത്രം. ഇന്ന് രാവിലെ സമയം ദൈവമക്കളെ നമ്മളെ ഒന്ന് ശോധന ചെയ്യണമേ. നമ്മൾ എവിടെ ആയിരിക്കണമോ അവിടെയാണോ നമ്മളായിരിക്കുന്നത്? എവിടെ ആയിരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവോ അവിടെയാണോ നമ്മളായിരിക്കുന്നത്? നമ്മുടെ ആത്മീയ അനുഭവങ്ങൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിൽ ആയിരിക്കുന്നുവോ? നമ്മുടെ ഭൗതിക നന്മകളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, അവിടേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഇന്ന് രാവിലെ സമയം നമ്മൾ ചിന്തിക്കണം. ഇല്ല എങ്കിൽ അതിൻ്റെ കാരണം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ വീഴ്ച, ഞങ്ങൾക്ക് സംഭവിച്ചു പോയ ഞങ്ങൾ ഇന്ന സ്ഥാനത്ത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന അനുഭവങ്ങൾ ഞങ്ങൾ വീണുപോയി, ഞങ്ങളെ അതിൽ നിന്ന് ഒന്ന് മടക്കിക്കൊണ്ടുവന്ന് എവിടെ ഞങ്ങളായിരിക്കണമെന്ന് അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവോ, അങ്ങക്ക് പദ്ധതിയുണ്ടോ, അങ്ങയുടെ വാഗ്ദത്തമുണ്ടോ, അവിടേക്ക് ഞങ്ങളെ ഒന്ന് മടക്കിക്കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തി എവിടെ ആയിരിക്കണം അവിടേക്ക് ഞങ്ങളെ ഒന്ന് കൊണ്ടുവരണമേ എന്ന് ഇന്ന് രാവിലെ സമയം നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിപ്പാൻ ഇടയായി തീരട്ടെ. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, കർഷകനായിട്ടാണല്ലോ സ്തോത്രം നമുക്ക് ഈ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. സൈന്യാധിപൻ എന്ന നിലയിലാണ് കർത്താവിനെ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറ്റ് ഒരു രാജ്യത്തേക്ക് ഞങ്ങൾ ചിതറിപ്പോയിരിക്കുന്നു, അന്യരാജ്യത്തേക്ക് പോയിരിക്കുന്നു. ഇനി അന്യരാജ്യത്തേക്ക് പോയിരിക്കുന്ന ഞങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഒരു സൈന്യാധിപൻ, സ്തോത്രം, എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, ഞങ്ങളെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു സൈന്യാധിപനായിട്ട് അങ്ങിരിക്കുന്നത് കൊണ്ട് ഞങ്ങളെ ഒന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തി അങ്ങനെ സൈന്യാധിപനായി മുന്നിൽ നിന്ന് ഞങ്ങളെ ഒന്ന് മടക്കിക്കൊണ്ടുവരണമേ എന്ന് ദൈവത്തോട് സ്തോത്രം പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ദൈവം ആരാ? സൈന്യങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ പിടിച്ചു പറിക്കാൻ കഴിയുന്ന ആർക്കും കഴിയില്ല. സ്തോത്രം. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഇരിക്കുന്നവന് അവരും ബലവാനായ മറ്റൊരുവൻ്റെ കയ്യിൽ ബലവാനായ മറ്റൊരുവന് അവനെ പിടിച്ചു പറിച്ചുകൊണ്ട് അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോകാൻ, പിടിച്ചെടുത്തു കൊണ്ടുപോകാൻ കഴിയും. എന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിനെ പോലെ ബലവാനായ ആരുമില്ല. സ്തോത്രം. ആ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ പിടിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ആരുമില്ല. നാം കർത്താവിൻ്റെ കയ്യിൽ അമർന്നിരുന്നു കൊടുത്താൽ, ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിച്ച് അവൻ്റെ പാദപീഠത്തിൽ അമർന്നിരുന്നു കൊടുത്താൽ ഒരു ശത്രുവിനും അവൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. അവൻ നമ്മെ സുരക്ഷിതമായി കാത്തു പരിപാലിപ്പനടയായി തീരും. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, നമ്മൾ കർത്താവിനെ കർഷകനായിട്ട് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുക. അവിടെ നാം വായിക്കുന്ന എങ്ങനെയാണ്? നീ മിസ്രയീമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. സ്തോത്രം. എവിടുന്ന്? മിസ്രയീമിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ അവരായിരുന്ന അവസ്ഥയിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന്, ശത്രുവിൻ്റെ അധികാരത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഞങ്ങളെ കൊണ്ടുവന്ന് എവിടെ നട്ടു? ജാതികളെ നീക്കിക്കളഞ്ഞിട്ട് അതിന് നട്ടു. ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത, ഞങ്ങൾക്ക് വേണ്ടി അവകാശം തന്നിരിക്കുന്ന ആ രാജ്യത്തിൽ, ദേശത്ത് ഞങ്ങളെ കൊണ്ടുവന്നു നട്ടിരിക്കുന്നു. മുന്തിരിവള്ളിയെ നട്ടതുപോലെ നട്ടിരിക്കുന്ന ഒരു കർഷകനെ പോലെ, സ്തോത്രം, കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ ആ കൃഷിയെ പരിപാലിക്കുന്ന ഒരു കർഷകനെ പോലെ ഇവിടെ ദൈവത്തെ, അവിടെ കർത്താവിനെ ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ നട്ടിരിക്കുന്ന ആ സ്ഥാനത്ത് വിശ്വസ്തത പുലർത്തുവാൻ കഴിയാഞ്ഞത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അതിനോട് എങ്ങനെ ഇടപെട്ടു എന്ന് താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നട്ടിരുന്ന സ്ഥാനത്ത് ആ അവസ്ഥയോട് വിശ്വസ്തത പുലർത്തുവാൻ കഴിയാഞ്ഞതുകൊണ്ട് ആ മുന്തിരിവള്ളിയോട് ദൈവം എന്ത് ചെയ്തു, അല്ലെങ്കിൽ ആ കൃഷിക്കാരൻ എന്ത് ചെയ്തു എന്നാണ് താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനെ
അതിനെ വളർത്തിക്കൊണ്ട് വന്നു. ആ കർഷകൻ വളർത്തിക്കൊണ്ടതുപോലെ കർത്താവ് എന്ത് ചെയ്തു? യഹോവയായ ദൈവം ഇസ്രായേലിനെ വളർത്തിക്കൊണ്ട് വന്നു. അതിനെ തടമെടുത്ത് അത് വേരൂന്നി ദേശത്ത് പടർന്നു. അത് പടർന്ന് പന്തലിച്ചു, വളർന്ന് വലുതായി. സ്തോത്രം. അതിൻ്റെ കൊമ്പുകളെ സമുദ്രം വരെയും അതിൻ്റെ ചില്ലകളെ നദി വരെ എന്ന് പറഞ്ഞാൽ ഇതങ്ങ് പടർന്ന് പന്തലിച്ചു. ഇതിനെ ഒതുക്കി നിർത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഇതിനെ തടസ്സം നിർത്തുവാൻ പല അല്ലെങ്കിൽ മതിലുകൾ ഉയർന്നു. പക്ഷേ ആ മതിലുകൾക്ക് മീതെ ഈ മുന്തിരിവള്ളി പടർന്നു. കാരണം എന്താണെന്നറിയാമോ? ഇതിനെ നട്ടത് ദൈവമായിരുന്നു. സ്തോത്രം. ഇതിനെ പരിപാലിച്ചത് ദൈവമായിരുന്നു. അതിന് വേണ്ടതൊക്കെ നൽകി. അല്ലെങ്കിൽ ദൂരദേശത്ത് കൊണ്ടുവന്ന് ഒരു മുന്തിരിവള്ളി ദൂരദേശത്ത് കൊണ്ടുവന്ന് ആ ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. അതിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. അത് വേരൂന്നി ദേശത്ത് പടർന്നു. സമുദ്രം വരെയും അല്ലെങ്കിൽ അത് നദി വരെയും അത് പടർന്ന് പന്തലിച്ചു. അതിനെ തടുക്കുവാൻ നോക്കിയ മതിലുകൾക്കും മീതെ അത് വളർന്നു വലുതായി പോയി. പക്ഷേ ആ വളർച്ചയുടെ നടുവിൽ ഇവരെന്ത് ചെയ്തു? ഒരു കാര്യം മറന്നുപോയി. ഫലം കായ്ക്കേണ്ടതുപോലെ കായ്പാൻ കഴിഞ്ഞില്ല. രാവിലെ സമയം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു യോഗ്യതമില്ലാത്ത സ്ഥാനത്ത് സ്തോത്രം നമ്മുടെ കർത്താവ് നമ്മെ കൊണ്ടുവന്ന് നട്ടു. ഈ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി. അവൻ നമ്മെ നന്നായി പരിപാലിച്ചു. സ്തോത്രം. അതിനെ പറിച്ചു കളയാൻ കഴിയാത്ത വിധത്തിൽ അത് വേരൂന്നി പടർന്ന് അത് വലുതായി പന്തലിച്ചു വന്നു. നമ്മെ പറിച്ചു കളയാൻ കഴിയാത്ത വിധത്തിൽ, ശത്രുവിനെ തകർത്ത് കളയാൻ കഴിയാത്ത വിധത്തിൽ നമുക്ക് വേണ്ടുന്ന എല്ലാം നൽകി, നമുക്ക് വേണ്ടുന്ന പരിപാലനം നൽകി, നമുക്ക് വേണ്ടുന്ന ഭക്ഷണം നൽകി, നമുക്ക് വേണ്ടുന്ന വെള്ളം നൽകി, നമുക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന് അല്ലെ നമ്മെ വളർത്തി വലുതാക്കിയപ്പോൾ വളർത്തി വലുതാക്കിയവരെ നാം മറന്നുപോയി. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിന് കാരണം എന്താ? നമ്മളെ വളർത്തിയവനെ നമ്മൾ മറന്നുപോയി. സ്തോത്രം. നമ്മളെ വളർത്തിയവനെ നമ്മൾ മറന്നുപോയി. ഇന്ന് രാവിലെ സമയം ഇവിടെ ആയിരിക്കും ദൈവമക്കളെ, വളർത്തിയവനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സ്തോത്രം. എങ്ങനെ ഇത് മറന്നുപോയേ? വേണ്ട ഫലം ഇത് പുറപ്പെടുവിച്ചില്ല. സ്തോത്രം. വേണ്ടതുപോലെ ഇത് ഫലം പുറപ്പെടുവിക്കാതിരുന്നത് കൊണ്ട് സ്തോത്രം ഈ തോട്ടക്കാരൻ അല്ലെങ്കിൽ കർഷകൻ എന്താ ചെയ്തത്? അതിനെ വേലി പൊളിച്ചു കളഞ്ഞു. ഇതിൻ്റെ യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടേക്ക് പോകുന്നില്ല, നമുക്കറിയാം. സ്തോത്രം. തോട്ടക്കാരൻ എന്ത് ചെയ്തു? അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞു. കാട്ടുപന്നി അതിനെ മാന്തിക്കളഞ്ഞു. വഴി പോകുന്നവർ അതിനെ പറിച്ചു കളഞ്ഞു. സ്തോത്രം. എന്താ കാരണം? ഇപ്പം നമ്മൾ സാധാരണ പറയുന്ന പോലെ കാണുന്നവരെല്ലാം കൊട്ടാവുന്ന ചെണ്ടയായിട്ട് ഇന്ന് നമ്മൾ തീർന്നേക്കുക അല്ലേ? കാണുന്നവർക്കൊക്കെ അല്ലേ? ഇന്നത്തെ ആത്മീയ ഗോളത്തെ കാണുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ കൊട്ടാനുള്ളൊരു ചെണ്ടയായി തീർന്നു. എന്താ കാരണം? വേണ്ട പോലെ ഫലം കായ്ച്ചില്ല. തമ്പുരാൻ മുഖമൊന്ന് മറച്ചു. സ്തോത്രം. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ തിരുമുഖം ഞങ്ങളുടെ മേലൊന്ന് പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന്, ഞങ്ങളെ മാന്തിക്കളഞ്ഞിരിക്കുന്ന അനുഭവത്തിൽ നിന്ന്, വേലി പൊളിച്ചു കളയപ്പെട്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന്, സ്തോത്രം, അതിനെ പറിച്ചു കളയുന്ന അനുഭവത്തിൽ നിന്ന്, സ്തോത്രം, കാട്ടുപന്നി അതിനെ വേരോടെ മാന്തിക്കളയുന്ന അല്ലെ മുടിച്ചു കളയാൻ നോക്കുന്ന അനുഭവത്തിൽ നിന്ന് ഈ ദിവസങ്ങളിലെ ഒന്ന് മടക്കിക്കൊണ്ടുവരണമേ. ഞങ്ങളെ ഒന്ന് മടക്കിക്കൊണ്ടുവരണമേ. അല്ലെ ഞങ്ങൾ ദേശത്ത് നിന്ന വിഷയമായി തീരാതെ വണ്ണം, ദേശത്ത് പരിഹാസ വിഷയമായി തീരാതെ വണ്ണം ഞങ്ങളെ ദിവസങ്ങളിൽ ഒന്ന് മടക്കിക്കൊണ്ടുവരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ചിന്തമേത്ത് ശോധനയട്ടെ. നമ്മുടെ യജമാനൻ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. നമുക്ക് എന്താ കുറവ് വരുത്തിയിട്ടുള്ളത്? നമ്മുടെ യജമാനൻ നമുക്ക് എന്തിനു കുറവ് വരുത്തിയിട്ടുണ്ട്? സ്തോത്രം. നമുക്കൊന്നിനും കുറവ് വരുത്തിയില്ല. നമുക്ക് വേണ്ടതെല്ലാം തന്നു. സ്തോത്രം. ശാരീരികമായ ആരോഗ്യത്തിന് ആരോഗ്യം, മാനസികമായ സൗഖ്യം, സാമ്പത്തികമായ നന്മകൾ, ഇതെല്ലാം നമുക്ക് നൽകി. പക്ഷേ ആത്മീയമായി പലപ്പോഴും നമുക്ക് വളരുവാൻ കഴിയാതെ, പുഷ്ടി പ്രാപിപ്പാൻ കഴിയാതെ, ആത്മീയ ഫലം പുറപ്പെടുവിക്കാൻ കഴിയാതെ നാം പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾക്ക് ഈ ദിവസങ്ങളിൽ ഒരു മടങ്ങി വരവ് നമുക്കുണ്ടാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. താഴോട്ട് വായിച്ചു വരുമ്പോൾ
ദൈവത്തോടെ പ്രാർത്ഥിക്കേ, ഒന്ന് തിരിഞ്ഞു വരണമേ. സ്തോത്രം. ഞങ്ങളെ വിട്ട് കടന്നു പോയിരിക്കുന്ന, ഞങ്ങളെ നോക്കാതെ അങ്ങ് ഞങ്ങളെ വിട്ട് കടന്നു പോയിരിക്കുന്ന, ഞങ്ങൾ കടന്നപ്പുറം പോയിരിക്കുന്ന ആ അവസ്ഥകൾക്കൊരു മാറ്റം വരുത്തി ഒന്ന് തിരിഞ്ഞു വരണമേ. സ്തോത്രം. ഞങ്ങളെ സ്വർഗത്തിൽ നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളി എന്ത് ചെയ്യണം? സ്തോത്രം. മുന്തിരിവള്ളി ഒന്ന് സന്ദർശിക്കണമേ. സ്തോത്രം. നീ നട്ടിട്ടുള്ള നിന്റെ കൈ, വലം കൈ നട്ടിട്ടുള്ളതിനെയും നിനക്കായി വളർത്തിയ തയ്യെയും നീ പാലിക്കണമേ. സ്തോത്രം. ഇതുവരെ സംഭവിച്ചതൊക്കെ പോകട്ടെ. ഇനിയെങ്കിലും യജമാനന് ഫലം പുറപ്പെടുവിക്കാൻ നമ്മൾ തയ്യാറായാൽ, അതിനുള്ള മനസ്സുണ്ടെങ്കിൽ ദൈവത്തോട് ഇന്ന് രാവിലെ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒന്ന് തിരിഞ്ഞു വരണമേ. ഞങ്ങളുടെ അടുക്കലേക്കൊന്നും മടങ്ങി വരണം. എന്തിനാ? ഞങ്ങളൊന്ന് മടങ്ങി വരുവാൻ. സ്തോത്രം. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ. ഞങ്ങൾ ഫലമുള്ളവരായി തീരത്തക്കവണ്ണം, അങ്ങ് ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരത്തക്കവണ്ണം ഞങ്ങളെ ഒന്ന് മടക്കി, ഞങ്ങൾക്കൊരു മടങ്ങിയവരുണ്ടാകേണ്ടതിന് ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ. നീ ഞങ്ങളെ വിട്ട് മുൻപോട്ട് പോയി. സ്തോത്രം. ഇംഗ്ലീഷ് ഒരു പാട്ടുണ്ട്, പാസ് മീ നോട്ട് ദ ലോർഡ്. നീ എന്നെ കടന്ന് പോകല്ലേ. മറ്റുള്ളവരെ നോക്കുമ്പോൾ താവേ, നീ എന്നെ കടന്നു പോകല്ലേ, നീ എന്നെ മറന്നു പോകല്ലേ. ദൈവത്തോടെ നമുക്കിത് രാവിലെ സമയം ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തോടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച്, താവേ, നീ ഒന്ന് എന്നെ കടന്നു പോകല്ലേ. നീ എന്നെ ഒന്ന് നോക്കണേ, നീ എന്നെ ഒന്ന് നോക്കണമേ, നീ എന്നെ ഒന്ന് കടാക്ഷിക്കണമേ. എൻ്റെ ഈ സ്ഥിതികൾക്കൊന്ന് മാറ്റം വരുവാൻ, എൻ്റെ ആത്മീയ സ്ഥിതിക്ക് മാറ്റം വരുവാൻ, എൻ്റെ ഭൗതിക സ്ഥിതിക്ക് മാറ്റം വരുവാൻ യജമാനന് പ്രയോജനമുള്ള മുന്തിരിവള്ളിയായി തീരത്തക്കവണ്ണം. സ്തോത്രം. നമുക്കറിയാമല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്തോത്രം തെറ്റുകൾ കാണിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്തു ചെയ്യും? അവരെ തിരിഞ്ഞു നോക്കത്തില്ല, അല്ലേ? ശിക്ഷിക്കാൻ ഒക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ അവരോട് നമ്മുടെ മുഖം മറച്ചു കളയും. നമ്മളവരെ പിന്നെ കുറച്ച് സമയത്തേക്ക് എന്ത് ചെയ്യില്ല? അവരോട് യാതൊരു അനുകമ്പയും കാണിക്കുകയില്ല. സ്തോത്രം. എന്നാൽ നമ്മുടെ കുഞ്ഞ് വന്ന്, പപ്പാ ക്ഷമിക്കണം, ക്ഷമിക്കണം, തെറ്റ് സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ നമ്മ കുഞ്ഞിനെ എന്ത് ചെയ്യും? വാരി പുണർന്ന് നമ്മുടെ മാർവോട് ചേർത്ത് അതിനെ ആശ്വസിപ്പിക്കും. അതുപോലെയാണ് നമ്മുടെ കർത്താവ്. അതിനേക്കാൾ മനുഷ്യരായ നമ്മളെക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം. നമ്മളെക്കാൾ മനസ്സലിവുള്ളവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തോട് ഇന്ന് രാവിലെ സമയം ഒന്ന് പ്രാർത്ഥിക്കത്താവേ, നീ എന്നെ കടന്നു പോകല്ലേ. എൻ്റെ ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചു, പരാജയം സംഭവിച്ചു, അങ്ങ് ആഗ്രഹിച്ചതുപോലെ ഫലം പുറപ്പെടുവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് പകൽ വേള ഞാനൊരു തീരുമാനമെടുക്കുന്നു. അങ്ങ് എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവോ, അങ്ങ് എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവോ അതുപോലെ ആയി തീരുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വേള ദൈവം നമ്മുടെ അടുക്കിലേക്ക് മടങ്ങി വരും, നമ്മുടെ അടുത്തേക്കൊന്ന് തിരിഞ്ഞു വരും. സ്തോത്രം. എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത്? അതിന് സംഭവിച്ച എന്തൊക്കെയാ? തീ വെച്ച് ചുട്ടു, വെട്ടിക്കളഞ്ഞു. സ്തോത്രം. നിന്റെ മുഖത്തിൻ്റെ ഭത്സനത്താൽ നശിച്ചു പോയി. സ്തോത്രം. ഇനി എന്ത് ചെയ്യണം? ദൈവമേ, ഞങ്ങളെ ഒന്ന് മടക്കിക്കൊണ്ട് വന്നാൽ ഞങ്ങൾ ഇനി എന്ത് ചെയ്യില്ല? നിന്നെ വിട്ട് പിന്മാറുകയില്ല. ഞങ്ങളെ ജീവിപ്പിക്കണമേ. കിടക്കുന്ന അവസ്ഥയിൽ നിന്ന്, ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് ജീവനൊന്ന് മടക്കി തന്നാൽ, സ്തോത്രം, ഞങ്ങളെന്ത് ചെയ്യാല്ല? നിന്നെ വിട്ട് പിന്മാറുകയില്ല. സ്തോത്രം. സൈനികളുടെ യഹോവേ, ഒന്ന് മടങ്ങി വരണമേ, ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. സ്തോത്രം. ഇന്ന് രാവിലെ സമയം ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ. അങ്ങയുടെ അടുക്കലേക്ക് ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ. ഞങ്ങളോടൊന്ന് കരുണ കാണിക്കണമേ. ഇനി വഴി പോകുന്നവർ പറിച്ചു കളയാതെ വേണം, ഇനി കാട്ടുപന്നി മാന്തി കളയാതെ വേണം, അതിൻ്റെ വേലി ഇനി പൊളിഞ്ഞു പോകാതെ വേണം. ദൈവമേ, ഞങ്ങളുടെ അടുക്കിലേക്ക് ഒന്ന് മടങ്ങി വരണമേ. പുതിയതായൊരു വേലി ഞങ്ങൾക്ക് ചുറ്റും കെട്ടണമേ. സ്തോത്രം. അതിൽ കാട്ടുപന്നി മാന്തിയതിനെ ഒന്ന് ഉറപ്പിച്ച് ഞങ്ങൾക്കൊന്ന് ജീവൻ വെപ്പിക്കണമേ. സ്തോത്രം. അല്ലെങ്കിൽ വഴി പോകുന്നവർ പറിച്ചു കളയാതെ വേണം ഞങ്ങളെ സുരക്ഷിതമായി അല്ലെങ്കിൽ തോട്ടത്തിനകത്ത് അവിടുന്ന് പരിപാലിക്കണമേ. സ്തോത്രം. നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയം സാക്ഷ്യത്തിനായിട്ട് വേർതിരിക്കാം. വേഗത്തിൽ സമയത്തെ വിനിയോഗിക്കാമല്ലോ. പ്രാരംഭത്തിൽ
കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് വാക്യം പ്രസ്താവിക്കും. ജോഷുവ ജസ്വിൻ will lead the session. Come forward. Come. Praise God. Isaiah 43 verses 2. When you pass through the waters, I will be with you. When you pass through the rivers, I shall not sweep over you. When you walk through the fire, the flames will not set you ablaze. Amen. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ സമയം കുഞ്ഞുങ്ങൾ ദൈവസന്നിധാനത്തിൽ കടന്നു വന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കിയല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി, തുടർന്ന് ദൈവകൃപയിൽ അവരെ നിലനിർത്തേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ സമയം നമുക്ക് അവരെ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂട്ടിവരുത്തിയാനായി സ്തോത്രം. ഒരുമിച്ച് കടന്നു വന്ന് അങ്ങേ ആരാധിപ്പാനും എഴുന്നേറ്റ് വചനം പറയുവാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയാനായി സ്തോത്രം. ദൈവം അവരെ സഹായിക്കണമേ. കർത്താവേ, അവർ പറഞ്ഞ വചനം അവരുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരത്തക്കവണ്ണം ദൈവം അവരോടൊപ്പം ഇരുന്ന് അവരെ സഹായിക്കണമേ. പ്രതിസന്ധികളിൽ നിന്നൊക്കെ ദൈവം അവരെ വിടുവിക്കണമേ. പ്രയാസങ്ങൾ അവരെ വിടുവിക്കണം. പഠിപ്പാൻ വേണ്ട ജ്ഞാനം, ബുദ്ധി, ഓർമ്മശക്തി ഒക്കെ നൽകി ദൈവം അവരെ അനുഗ്രഹിക്കണമേ. അവർ ദൈവത്തിനും കർത്താവെ പ്രയോജനമുള്ളവരായി ദൈവനാമത്തിന് മഹത്വം വരുമാറ് അല്ലെങ്കിൽ മാതൃകയുള്ളവരായി ജീവിപ്പാൻ ദൈവം സഹായിക്കണമേ. അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ മാതൃകയുള്ളവരായി നിലകൊള്ളുവാൻ സഹായിക്കണം. അവരുടെ അധ്യാപകർക്ക്, സഹവിദ്യാർത്ഥികൾക്കൊക്കെ അവർ അനുഗ്രഹമായി തീരുടയാക്കും. പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സഭയായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ പിതാവേ. ഹല്ലേലൂയ. God bless you. Be seated. സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കും. സഹോദരന്മാർക്ക് സാക്ഷ്യം. ഓക്കെ, പ്രാർത്ഥനയ്ക്കായി നമുക്ക് വീണ്ടും തലകളെ ദിവസത്തിൽ വണക്കാം. ഈ രാവിലെ സമയം ദൈവസന്നിധാനത്തിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കി. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരുന്ന ഇടങ്ങളിൽ ദൈവം അവരെ സൂക്ഷിച്ചു. ക്ഷേമത്തോടെ സമാധാനത്തോടെ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ പലരും ശാരീരിക ക്ഷീണത്തോടെ ക്ലേശത്തോടെ കടന്നു പോകുന്നു. ചില പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ ദുഃഖത്തിലും വേദനമായിരിക്കുന്നു. നമ്മുടെ പ്രിയ സഹോദരൻ ബിലിയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ അവർ ദുഃഖത്തിലായിരിക്കുന്നു. നമ്മുടെ പിതാവിൻ്റെ വേർപാടിൽ അവർ ദുഃഖത്തിലായിരിക്കുന്നു. ഇവരെ ആശ്വസിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. സ്തോത്രം. അതുപോലെ പ്രിയ കഴിഞ്ഞ നാളുകൾ നമ്മൾ ഒരുമിച്ച് ആരാധിച്ച പ്രിയ ഫിലിം ബേബിച്ചാൻ്റെ സഹോദരിയുടെ ഫ്യൂണൽ സർവീസ് നടക്കുന്നു. ആ കുടുംബവും ആ പ്രിയപ്പെട്ടവരൊക്കെ ദുഃഖത്തിലായിരിക്കുന്നു. ദൈവരെ ആശ്വസിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. സഭയാം നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ എല്ലാ കുടുംബങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളും ദൈവകൃപയും വെളിപ്പെടേണ്ടതിനായി, മാത്രമല്ല ദൈവസമയ ദിവസങ്ങളിൽ ആത്മീയമായി ഒന്ന് ഉണർത്തപ്പെടുവാൻ ദൈവകൃപ പകരപ്പെടുവിടയാകേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തുടർന്ന് നടക്കുന്ന സോഷ്യൽ അനുഗ്രഹത്തിന് വേണ്ടിയും സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. ക്രിസ്തുയേശുവിൽ കൂടി അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പരമപിതാവാൻ ദൈവമേ,
അപ്പോൾ ഈ രാവിലെ സമയപ്പോൾ ഹാലലിയ അങ്ങയുടെ തിരുപാദത്തിൽ കടന്നു വന്ന് ഹാലലിയ അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ഹാലലിയ അങ്ങ് ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഹാലലിയ അങ്ങേ പാടി സ്തുതിപ്പാൻ തന്ന ദൈവകൃപയ്ക്കായി അങ്ങ് വാഴ്ത്തുന്നു. അപ്പോൾ ഹാലലിയ അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഹാലലിയ ഹാലലിയ ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടുന്നത് എന്തൊരു ഹാലലിയ. അപ്പോൾ ഹാലലിയ ഞങ്ങളെ നടത്തുവാൻ ശക്തനായ ദൈവം ഞങ്ങളോട് കൂടിയിരിക്കുന്ന ദൈവയ്ക്കായി അങ്ങ് വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. അപ്പോൾ ഹാലലിയ കൂട്ടിക്കൊണ്ടുവന്ന ജനത്തിനായി അങ്ങ് വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. അപ്പോൾ ദൈവകൃപയിൽ പിന്നെയും അപ്പോൾ അങ്ങയുടെ ജനത്തെ പൊതിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതാ ഹാലലുയ ഹാലലിയ അങ്ങയുടെ ദാസനിൽ കൂടി കൽപ്പിച്ച സങ്കീർത്തനത്തിനായി സ്തുതിക്കുന്നു. അപ്പോൾ ഹാലലിയ കർത്താവേ ഹാലലിയ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ ഹാലലിയ ഞങ്ങളെ ഹാലലിയ യഥാസ്ഥാനപ്പെടുത്തണമേ. ഹാലലുയ ഹാലലിയ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് ഹാലലിയ അങ്ങയുടെ തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. ഹാലലുയ അങ്ങയുടെ ദയക്കായി അങ്ങ് വാഴ്ത്തുന്നു കർത്താവേ. ഹാലലുയ ഹാലലിയ ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നടത്തുന്ന ദൈവമേ ഹാലലുയ ഹാലലിയ ഹാലലിയ ഞങ്ങളുടെ ഇടയനായ ദൈവത്തിന്റെ കരത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ഹാലലിയ കെരൂബുകളിൽ മേൽ വസിക്കുന്ന ദൈവമേ ഹാലലിയ ഹാലലിയ അങ്ങയുടെ മുഖം ഞങ്ങളുടെ മേൽ പ്രകാശിക്കുന്ന ദയക്കായി സ്തോത്രം ചെയ്യുന്നു. ഹാലലിയ ഞങ്ങളെ ഹാലലിയ അങ്ങ് ഞങ്ങളെ സന്ദർശിക്കുന്നവയ്ക്കായി ഹാലലിയ ഞങ്ങളെ റിസ്റ്റോർ ചെയ്യുന്നവയ്ക്കായി ഹാലലിയ അങ്ങ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഹായി തിരുവാന്തക്കണം ദൈവകൃപ ഞങ്ങൾ മേൽ പകരുന്ന ദയക്കായി അങ്ങ് വാഴ്ത്തുന്നു. അപ്പോൾ ഹാലലിയ 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 ദൈവകൃപയിൽ പൊതിയണമേ. ഹാലലിയ ഹാലലിയ അങ്ങ് ജഡത്തിൽ വെളിപ്പെട്ട് ഹാലലിയ 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 ദൂതന്മാർക്ക് വെളിപ്പെട്ട് ഹാലലിയ 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 ജാതികടികളിൽ പ്രസംഗിക്കപ്പെട്ട ഹാലലിയ ഹാലലിയ ആത്മാവിൽ നീതിയിരിക്കപ്പെട്ട ഹാലലിയ ആ ലോകത്തിൽ വിശ്വസിക്കപ്പെട്ട ഹാലലിയ തേജസ്സിൽ എടുക്കപ്പെട്ട ഹാലലിയ ദൈവഭക്തിയുടെ ഹാലലിയ ആ മർമ്മം ഹാലലിയ സമ്മതമാവണ്ണം വലിയതാകിയാൽ അപ്പോൾ അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവ്. ഹാലലിയ ഹാലലിയ ഞങ്ങളെ കർത്താവെ ആടുകളെ പോലെ തെറ്റി ഉഴലുന്നവരായിരുന്നു. ഹാലലിയ ഞങ്ങളെ കർത്താവ് ഹാലലിയ അങ്ങയുടെ കർത്താവ് ഹാലലിയ ഇടയവനും ഹാലലിയ അധ്യക്ഷനുമായിരുന്നവരിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തിയിരിക്കുന്ന ഹാലലിയ അങ്ങയുടെ ദയക്കായി വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹാലലിയ ദൈവകൃപ ഞങ്ങൾ മേൽ പിന്നെയും പകരണമേ. ദൈവശക്തി ഞങ്ങൾ മേൽ പകരണമേ. ഞങ്ങളെ റിസ്റ്റോർ ചെയ്യണമേ. അപ്പോൾ ഹാലലൂയ അങ്ങ് ആഗ്രഹിക്കുന്നതിൽ ആയി തീരുവാൻ തൊക്കണം ദൈവമേ. ഞങ്ങളെ സഹായിക്കണമേ. ശാപമായത് ഒന്നും ഹാലലൂയ അപ്പോൾ ഹാലലിയ ദൈവഹിതമല്ലാത്ത ഒന്നും ഞങ്ങളെ വശീകരിപ്പാൻ ഇടവരാതെ ദൈവകൃപയിൽ ഞങ്ങൾ മുന്നേറുവാൻ തൊക്കണം ദൈവമേ. ഞങ്ങളെ സഹായിക്കണമേ. ഹാലലിയ അങ്ങയുടെ കർത്താവെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവകൃപയെ അനുഭവിപ്പാൻ ഹാലലൂയ ദൈവമേ അങ്ങയുടെ ജനത്തെ ഇടിയാക്കുന്നവയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ വേർപാടും ദുഃഖം അനുഭവിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഹാലലൂയ ദൈവകൃപ അവരുടെ മേൽ പകരുന്നവയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ കർത്താവേ പിതാവിന്റെ വേർപാട് ദുഃഖിക്കുന്ന ഹാലലിയ പ്രിയ സഹോദരനെ ഹാലലിയ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരെ സഹായിക്കണം. ഹാലലിയ ദൈവിക സമാധാനത്താൽ ആശ്വാസത്താൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുടുംബത്തിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാലലിയ സഹോദരന്റെ വേർപാടിന് ദുഃഖത്തിലായിരിക്കുന്നല്ലോ ദൈവമേ. ഇന്നത്തെ ഹാലലിയ നടക്കുന്ന ഹാലലിയ വളരെ ശുശ്രൂഷ കർത്താവെ വളരെ അനുഗ്രഹമായി നടപ്പാൻ ദൈവകൃപ അനുഭവിപ്പാൻ ദൈവിക സമാധാനം ആശ്വാസം പ്രാപിപ്പാൻ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാലലിയ ദൈവകൃപയിൽ പിന്നെ പൊതിയുന്നവയ്ക്കായി സ്തോത്രം. ഹാലലിയ സഭയായ കുടുംബങ്ങളെ എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വ്യക്തികളായ കുടുംബങ്ങളെ കർത്താവേ ഹാലലൂയ അങ്ങയുടെ കൃപയിൽ മുന്നേറുവാൻ ദൈവം സഹായിക്കണമേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ ദൈവകൃപ അനുഭവിപ്പാൻ ഹാലലൂയ ഹാലലിയ വിശ്വാസത്തിൽ ഹാലലിയ ഹാലി വർദ്ധിച്ചു വരുവാൻ ദൈവകൃപ അനുഭവിപ്പാൻ ഹാലലിയ ആത്മീയ വരങ്ങൾക്ക് വേണ്ടി വാഞ്ചിപ്പാൻ ഹാലലൂയ ദൈവമേ ഞങ്ങളെ സഹായിക്കണത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹാലലിയ അങ്ങയുടെ ബലമുള്ള കർമ്മങ്ങളെ ഏൽപ്പിക്കുന്നു. ഹാലലിയ തുടർന്നുള്ള സുഷ ദൈവകൃപ അനുഭവം ദൈവം ഇടിയാക്കണമേ. ഹാലലൂയ കർത്താവിനുമായി അങ്ങയുടെ വചനത്തിൽ കൂടെ ദൈവമേ അങ്ങയുടെ ദാസനെ കൊണ്ട് ഞങ്ങളോട് സംസാരിക്കണമേ. ആരെങ്കിലും ചെയ്യുന്നു ഹാലലിയ അടിയൻ കേൾക്കുന്നു എന്നുള്ള ദൈവ ശബ്ദം കേൾപ്പാൻ തക്കണം ഞങ്ങളെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ ദൈവം ഇടിയാക്കണമേ. ഹാലലൂയ കർത്താവിന്റെ മകത്ത് ഹാലലിയ തിരുവത്താഴ് ശുശ്രൂഷ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങളെ ഹാലലൂയ പങ്കെടുക്കുവാൻ ദൈവം ഞങ്ങളെ യോഗ്യരാക്കണമേ. ഹാലലൂയ ദൈവകൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തെ ഹാലലിയ വ്യക്തികളായി കുടുംബങ്ങളായി ഹാലലൂയ ആത്മീയമായി ഭൗതികമായി ശാരീരികമായി എല്ലാ ശുഭതകളെ നൽകണമേ. അപ്പാ ദൈവകൃപ എല്ലാവരെയും പൊതിയണം. വലിയ ഹാലലിയ സന്തോഷം അനുഭവിപ്പാൻ വലിയ കൊള്ള കണ്ടു കിട്ടിയ പോലെ ഹാലലൂയ ദൈവസനെ സന്തോഷിപ്പാൻ ആനന്ദിപ്പാൻ ഹാലലൂയ ദൈവം ഞങ്ങളെല്ലാവരും ഇടയാക്കുന്ന വൈക്കായി സ്തോത്രം. കർത്താവ് പ്രാർത്ഥനയുടെ വൈക്കായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തു തന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിശ്രേഷ്ഠമുള്ള നാമം ഈ നല്ല പകലിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവപാദപീഠത്തിൽ ഒരുമിച്ച് പിന്നെ ദൈവത്തെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം അവസരം നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടെ വന്ദനം ചൊല്ലുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ തുടർന്നുള്ള ചില നിമിഷം കൂടെ ദൈവസന്നിധാനത്തിൽ തിരുവചനത്തിന് മുമ്പാകെ നമുക്കായിരിക്കാം. യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം. അയ്യോ എൻ്റെ സങ്കടം കേൾക്കുന്നവനുണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു.
ഇതാ എൻ്റെ ഒപ്പ്. സർവശക്തൻ എനിക്ക് ഉത്തരം അരുളുമാറാകട്ടെ. എൻ്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. ഈ യോബിൻ്റെ പുസ്തകം ഉടനീളം പഠിക്കുമ്പോൾ യോബിൻ്റെ ജീവിതത്തിൽ നേരിട്ട വലിയ പ്രതിസന്ധി, അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കടന്നുപോയ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ്, ദൈവഭക്തനാണ് ഇയ്യോബ്. ഈ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ താൻ കടന്നുപോയ ജീവിത സാഹചര്യങ്ങൾ, കഷ്ടതയുടെ നടുവിൽ തന്നെ ആശ്വസിപ്പിക്കേണ്ടതിനായി, തന്നോടൊപ്പം സമയം ചിലവഴിക്കേണ്ടതിനായി അവൻ്റെ സ്നേഹിതന്മാർ അവൻ്റെ അടുക്കൽ കടന്നു വരുവാനിടയായി. അങ്ങനെ കടന്നു വന്ന് അവൻ അനുഭവിക്കുന്ന അവൻ്റെ കഷ്ടതയുടെ നടുവിൽ, അവൻ്റെ സങ്കടത്തിൻ്റെ നടുവിൽ അവനെ ആശ്വസിപ്പിക്കും. പക്ഷേ ഇയ്യോബ് അവരെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ എനിക്ക് വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. ആശ്വസിപ്പിക്കാൻ കടന്നു വന്ന് പറഞ്ഞ് ഇപ്പോൾ അവനെ ദുഃഖിപ്പിക്കാൻ തുടങ്ങി. സ്തോത്രം. ഏറ്റവും അടുത്ത സ്നേഹിതന്മാരാ. അവർ ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കേണ്ടവരാ. യോബിന് സംഭവിച്ച ഈ വിഷയത്തെ കേട്ടറിഞ്ഞിട്ട് ദൂരദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരാ. അവനോടൊപ്പം പാർത്ത് ഇവൻ്റെ ഈ സ്ഥിതിയൊക്കെ കണ്ടിട്ട് ഇവർക്ക് തോന്നി, ഇവൻ ഒരു നീതിമാനായിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. നീ നീതിമാനായിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നു. നിഷ്കളങ്കനായിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നു. അങ്ങനെ സംഭവിക്കാൻ ലോകപ്രകാരം നോക്കിയാൽ യാതൊരു സാധ്യതകളുമില്ല. സ്തോത്രം. അപ്പോൾ നീ നീതിമാൻ അല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇയ്യോബിനെ കുറിച്ച് ഒത്തിരി കുറ്റങ്ങൾ ഇവർ പറഞ്ഞു. പ്രധാനപ്പെട്ട ഒത്തിരി കുറ്റങ്ങൾ ഇയ്യോബിനെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 11-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ സ്നേഹിതന്മാർ പറഞ്ഞ ഒരു കുറ്റം, പ്രധാനപ്പെട്ട ഒരു കുറ്റം, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ല. നീ ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല? ഭയപ്പെടുന്നില്ല. 11-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അയ്യോ, ദൈവം അരുളി ചെയ്യുകയും നിന്റെ നേരെ അധരം തുറക്കുകയും ജ്ഞാനമർമ്മങ്ങൾ വിവിധ സാഫല്യമുള്ളവ എന്ന് നിന്നെ ഗ്രഹിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ അപ്പോൾ നിന്റെ അകൃത്യം ഓരോന്നും ദൈവം ക്ഷമിച്ചിരിക്കുന്നു എന്ന് നീ അറിയുമായിരുന്നു. ദൈവത്തെ നീ ഭയപ്പെടുന്നില്ല. ദൈവം നിന്നോട് സംസാരിക്കാൻ നീ തയ്യാറായിരുന്നെങ്കിൽ, കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ, അവൻ നിന്റെ ഓരോ കുറ്റങ്ങളും നിന്നോട്, അല്ലെങ്കിൽ ജീവിതത്തിലെ ഓരോ വിഷയങ്ങളും നിന്നോട് അവൻ സംസാരിക്കുമായിരുന്നു. പക്ഷെ നീ അതിനെന്ത് ചെയ്യുന്നില്ല? തയ്യാറാകുന്നില്ല. സ്തോത്രം. നീ തയ്യാറാകാത്തത് കൊണ്ട് നിനക്കത് വെളിപ്പെടുത്തി തരുന്നില്ല. നീ ദൈവത്തെ ഭയപ്പെടുന്നില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഒന്നാമത്തെ ഒരു കുറ്റം. രണ്ടാമത്തെ ഒരു കുറ്റം എന്ന് പറഞ്ഞാൽ 14-ാം വാക്യം ഒന്ന് വായിച്ചേ. 11-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക, നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ നീ അത് അകറ്റുക എന്ന് പറഞ്ഞാൽ, ഇപ്പം യോബിനെ കുറിച്ച് എന്താ പറയുന്നത്? നീ ദ്രോഹിയാണ്, നീ അകൃത്യം മറച്ചു വെച്ചിരിക്കുക, നീ ദ്രോഹിയായ മനുഷ്യനാ. അതുകൊണ്ട് നിന്റെ കയ്യിൽ അകൃത്യമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുക? ദൂരത്താക്കുക. നീ ചെയ്യുന്നതിന്റെ കയ്യിൽ എന്ത് ചെയ്തുകൊണ്ട്? അകൃത്യം നിറഞ്ഞിരിക്കുന്നു. നീ തെറ്റ് ചെയ്ത്, നീ പാപം ചെയ്ത് ദൈവം നിന്നോട് അകന്നിരിക്കുക. നീ അകൃത്യം മറച്ചു വെക്കുന്നു. അത് നീ ദൂരത്താക്കുക, അല്ലെങ്കിൽ നീ ഉപേക്ഷിക്കുക. നീ പാപം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നിന്റെ കുറ്റം, നിന്റെ പ്രശ്നം, നിന്റെ കുറ്റം ക്ഷമിക്കുകയും നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ എന്ന് സ്നേഹിതന്മാർ പറയുക. മറ്റൊരു കാര്യം, ഇയ്യോബ് വിധവമാരെ അനാഥരെയും പീഡിപ്പിക്കുന്നു എന്നാണ്. ഇയ്യോബ് വിധവമാരെ
അനാഥരെയും പീഡിപ്പിക്കുന്നു. 31 അധ്യായത്തിൻ്റെ 16 വാക്യം 17 വാക്യമൊക്കെ വായിക്കുമ്പോൾ 21 വാക്യമൊക്കെ വായിക്കുമ്പോൾ അത് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. യോബിന് 22:9 വാക്യം വായിച്ച 22:9. വിധവമാരെ നീ വെറും കൈയായി അയച്ചു, അനാഥന്മാരുടെ ഭുജങ്ങളെ നീ എന്ത് ചെയ്തിരിക്കുന്നു? ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. നിന്റെ അടുക്കൽ സഹായത്തിനായി വന്നവരെയൊക്കെ നീ ദ്രോഹിച്ചു. അനാഥന്മാരുടെ കൈയെ നീ ഒടിച്ചു കളഞ്ഞു. വിധവമാരെ നീ എന്ത് ചെയ്തു? വിധവമാരെ എന്ത് ചെയ്തു? വെറും കൈയായി അയച്ചു. സഹായിക്കേണ്ട സ്ഥാനത്ത് നീ ഇത്രയും സമ്പന്നനല്ലേ, നീ ധനവാനല്ലേ, നീ അവരെയൊക്കെ സഹായിക്കണ്ടേ? അതിന് പകരം നീ അവർക്ക് ദ്രോഹമായി ചെയ്തു. വിധവമാരെ, അനാഥരെ നീ എന്ത് ചെയ്തിരിക്കുന്നു? പീഡിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ അകൃത്യമൊക്കെ നിന്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ചത്. 22 അധ്യായത്തിൽ 5 വാക്യം വായിച്ച്. നിന്റെ അകൃത്യങ്ങൾക്ക് അന്തമില്ല. സ്തോത്രം. നിന്റെ അകൃത്യങ്ങൾക്ക് അന്തമില്ല, അവസാനമില്ല. നിന്റെ ദുഷ്ടത വലിയതാ. നീ രഹസ്യ പാപം ചെയ്തിരിക്കുന്നു. നീ എന്ത് ചെയ്തിരിക്കുന്നു? രഹസ്യമായി പാപം ചെയ്തിരിക്കുന്നു. നീ ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു. സ്തോത്രം. നിന്റെ അകൃത്യം അവസാനിക്കുന്നില്ല. സ്തോത്രം. നീ പാപം വളരെയധികം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ പറയുന്നത് 22 അധ്യായത്തിൽ തന്നെ പിന്നെയും പറയുന്നുണ്ട്. സ്തോത്രം. 6 അധ്യായം 22, 6, 7 വാക്യങ്ങൾ 9 വാക്യത്തിലൊക്കെ അവരോട് പറയുന്നു. സ്തോത്രം. നീ സഹോദരന്മാരുടെ വസ്ത്രം പണയമായി എടുത്തു, ദാഹിച്ചവന് വെള്ളം കൊടുത്തില്ല, ക്ഷീണിച്ച് വന്നവന് നീ എന്ത് ചെയ്തില്ല? വെള്ളം കൊടുത്തില്ല. വിശന്ന് വന്നവന് നീ ആഹാരം കൊടുത്തില്ല. നീ അവരെ പീഡിപ്പിച്ച് ചൂഷണം ചെയ്തു. നീ അവരെ എന്ത് ചെയ്തു? ചൂഷണം ചെയ്തു. അവരുടെ മേൽ, അയ്യോബിന്റെ മേൽ ആരോപിക്കുന്ന കുറ്റങ്ങളാണ്. സ്തോത്രം. പിന്നെ അടുത്തൊരു കുറ്റം, സമ്പന്നന്മാരോട് നീ പക്ഷപാതം കാണിച്ചു. അവർക്ക് നീ അനുകൂലമായി നിന്ന ബാക്കിയുള്ളവരെ നീ എന്ത് ചെയ്തു? അവരെ പീഡിപ്പിച്ചു. സ്തോത്രം. ഞാൻ വേഗത്തിൽ പോകട്ടെ, ഞാൻ മടങ്ങി വരാം. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള കുറ്റങ്ങൾ അവൻ്റെ മേൽ ആരോപിക്കുക ചെയ്തത്. ഈ ആരോപണങ്ങൾക്കെല്ലാം കൂടെ മറുപടി പറയുന്ന ഭാഗമാണ് ഈ 31 അധ്യായം. അവിടെ വരുമ്പോൾ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. യോബ് പറയുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾ എൻ്റെ സ്തോത്രം നിങ്ങൾ പ്രതിയോഗികൾ എനിക്കെഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ എനിക്ക് കൊള്ളാമായിരുന്നു. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ അന്യായമായി ചില രേഖകൾ എനിക്കെതിരെ എഴുതിയിരിക്കുന്നു. അന്യായമായി എൻ്റെ നേരെ കുറ്റം ആരോപിച്ചിരിക്കുന്നു. സ്തോത്രം. ആ രേഖ എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാനത് ഓരോന്നും ചിന്തിച്ച് നിങ്ങൾക്ക് മറുപടി തരുമായിരുന്നു. ദൈവത്തോട് പറയുകയാണ്, അയ്യോ എൻ്റെ സങ്കടം കേൾക്കുന്നവനാർ. സ്തോത്രം. എൻ്റെ സങ്കടം കേൾക്കുവാൻ ആരുമില്ല, എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. എന്നെ ആശ്വസിപ്പിക്കുവാൻ വന്നവർ പോലും സ്തോത്രം എനിക്ക് പ്രതിയോഗികളായി തീർന്നു. എൻ്റെ ഭാഗം കേൾക്കാൻ ആരുമില്ല. ഞാൻ പറയുന്നവർ കൂട്ടാക്കുന്നില്ല. ദൈവമേ, അങ്ങും എൻ്റെ വാക്ക് കേൾക്കാതിരിക്കരുത്, അല്ല എൻ്റെ ശബ്ദത്തിന് നീ ചെവി തരാതിരിക്കരുത്. എനിക്ക് നീ ഉത്തരമരുളണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ യോബ് ചെയ്യുന്നത്. സ്തോത്ര. ദൈവമക്കളെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരായി പലതും വന്നേക്കാം, ആരോപണങ്ങൾ വന്നേക്കാം, ആക്ഷേപങ്ങൾ വന്നേക്കാം. ദൈവസന്നിധാനത്തിൽ വിശ്വസ്തയോടെ നിലനിൽക്കുന്ന ഒരു ദൈവവേദനാണ് നീയെങ്കിൽ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് അല്ലെങ്കിൽ നീ ചെയ്ത പ്രവൃത്തികൾ, നീ ചെയ്ത കാര്യങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. അതിനെല്ലാം നിനക്ക് പ്രതിഫലം നൽകി, അല്ലെങ്കിൽ ശത്രുക്കൾ കാണുക നിനക്ക് മറുപടി നൽകി നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ നിലവിളി അത് നഷ്ടപ്പെട്ടു പോകുന്നല്ല, അത് തമ്പുരാന്റെ മക്കളുണ്ട്. നിന്റെ നിലവിളി എവിടെ ഉണ്ട്? നീ കരഞ്ഞ കരച്ചിൽ എവിടെയുണ്ട്? തമ്പുരാന്റെ മക്കളുണ്ട്. സ്തോത്രം. എൻ്റെ വാക്ക് കേൾക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പൊ ആരും വാക്ക് കേൾക്കാനില്ല, എല്ലാവരും പ്രതികൂലമായി. സ്തോത്രം. അവന്റെ ഭാര്യ അവനെ തള്ളിപ്പറഞ്ഞു, അവനെ കുറ്റം പറയുക.
നീ നിന്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ ഈ ദൈവത്തെ തള്ളി പറഞ്ഞു പോയി ചത്തുകൂടെ? അവന്റെ മക്കൾ അവന് നഷ്ടപ്പെട്ടു, ദാസിദാസന്മാർ നഷ്ടപ്പെട്ടു, സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, ഇപ്പോൾ ഏകനായി തീർന്നു. ആരും അടുത്തു വരാനില്ല. സ്തോത്രം. അവന്റെ ഭാര്യ പറയാ, നിന്റെ വ്രണങ്ങൾ, നിന്റെ ശ്വാസം പോലും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഒറ്റപ്പെട്ടു പോയി. ഇതുപോലെ ജീവിതത്തിൽ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ സമയം ഞാൻ ഓർപ്പിക്കട്ടെ, എല്ലാവരും നിന്നിൽ നകന്നു മാറിയാലും സ്തോത്രം. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ കടന്നു പറഞ്ഞാൽ, സ്തോത്രം, നിന്റെ ഭാര്യയ്ക്ക് നിന്നെ അസഹ്യമായി തോന്നിയാലും, നിന്റെ ഭർത്താവിന് നിന്നെ അസഹ്യമായി തോന്നിയാലും, നിന്റെ മക്കൾക്ക് നിന്നെ അസഹ്യമായി തോന്നിയാലും, അല്ലെങ്കിൽ നിന്നെ സഹിക്കുന്ന ഒരുവനുണ്ട്, നിനക്ക് സഹായമായി നിൽക്കുന്ന ഒരുവനുണ്ട്. അവനൊരു കാലത്ത് നിന്നെ തള്ളിപ്പറയുന്ന ദൈവമല്ല. കഴിഞ്ഞ ദിവസം ഒരു വാർത്താ മാധ്യമം പ്രക്ഷേപണം ചെയ്ത ഒരു 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 സംഭവമുണ്ട്. സ്തോത്രം. ഒരു പിതാവ് തൻ്റെ മക്കളെയൊക്കെ വളർത്തി, 3 പെൺപിള്ളാരാ. അവരെ വളർത്തി, അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, തുണി വ്യാപാരം നടത്തി. സ്തോത്രം. അവസാന നിമിഷം വരെ അദ്ദേഹം കച്ചവടം ചെയ്ത്, മക്കളൊക്കെ നല്ല നിലയിലായിട്ടും കച്ചവടം ചെയ്ത് താൻ ജീവിച്ചു. അവസാനം ഒരു അനാഥശാലയിൽ തന്നെ ആക്കി. മക്കളെ ഏറ്റെടുക്കാനില്ല. മരിച്ചു. വിവരം അറിയിച്ചപ്പോൾ 3 പെൺമക്കളും വരെ, ഞങ്ങൾക്കിപ്പോൾ വരാൻ സൗകര്യമില്ല, സമയമില്ല, ബുദ്ധിമുട്ടാ, ഇപ്പം അസൗകര്യമുണ്ട്. സ്തോത്രം. അതിലൊരു മോള് പറഞ്ഞു, അത് ഒന്ന് വീഡിയോ ഞങ്ങളെ ഒന്ന് കാണിക്കണം, ആ അടക്കം അല്ലെങ്കിൽ അത് ദഹിപ്പിക്കുന്നതിൻ്റെ വീഡിയോ ഞങ്ങളെ ഒന്ന് കാണിക്കണം. കാണിച്ചു. എന്നിട്ട് അതിനിടയിൽ ചോദിക്കുകയാണ്, ഇത് ഇപ്പോഴെങ്ങാനും തീരുമോ എന്ന്. ഇതാണ് ലോകം. വളർത്തി വലുതാക്കി, സ്തോത്രം, നമ്മുടെ ഭാഷയെ പറഞ്ഞ കൈ വളരുന്നു, കാല് വളരുന്നു നോക്കിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വന്ന് ആ മക്കൾ പോലും നമ്മളെ വേണ്ടെന്ന് പറഞ്ഞേക്കാം. സ്തോത്രം. നമ്മളിപ്പോൾ നമ്മുടെ മക്കളെ കുറിച്ച് പുകഴുന്നുണ്ട്, പ്രശംസിക്കുന്നുണ്ട്. സ്തോത്രം. പക്ഷേ നാളെ ഒരു സമയം വരുമ്പോൾ, സാഹചര്യങ്ങൾ മാറി വരുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ മക്കൾ പോലും നമ്മളെ വേണ്ടെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായാലും ഒരു കാര്യം ഓർത്തുകൊള്ളാം, നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ പിൻപറ്റുന്ന വ്യക്തിയാണെങ്കിൽ മക്കൾക്ക് നിന്നെ വേണ്ടെങ്കിലും നിന്നെ ആവശ്യമുള്ള ഒരുവനുണ്ട്. നിന്റെ ഭാര്യയ്ക്ക് നിന്നെ വേണ്ടെങ്കിലും, നിന്റെ ഭർത്താവിന് നിന്നെ വേണ്ടെങ്കിലും നിന്നെ ആവശ്യമുള്ള ഒരുവനുണ്ട്. സ്തോത്രം. അവൻ തൻ്റെ പ്രാണൻ നൽകി നിന്നെ വീണ്ടെടുത്തവനാ. അവന് നിന്നെ ആവശ്യമുണ്ട്. അവൻ നിന്നെ കൈവിട്ടിട്ട് നിന്നെ അല്ലെങ്കിൽ മറന്നിട്ട് പോകുന്നവരല്ല. അവൻ നിന്റെ മുമ്പിൽ കണ്ണടച്ചു പോകുന്ന ദൈവമല്ല. അവൻ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ദൈവമാണ്. സ്തോത്രം. നിന്റെ ഭവനത്തിന് വേണ്ടി നീ കഷ്ടപ്പെട്ടു, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ ഭാര്യയ്ക്ക്, മക്കൾ, ഭർത്താവിന് വേണ്ടി ഒക്കെ കഷ്ടപ്പെട്ടു. അവസാനം സ്തോത്രം, നിന്റെ നന്മകളൊക്കെ അനുഭവിച്ചു. നമുക്കറിയാമല്ലോ, ഒത്തിരി സംഭവങ്ങൾ അങ്ങനെയുണ്ട്. എന്നാൽ അവരൊക്കെ തള്ളിക്കളഞ്ഞാലും ദാവീദ് പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയുണ്ട്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും എൻ്റെ ദൈവം യഹോവ എന്നെ ചേർത്തുകൊള്ളും. ആരെല്ലാം കൈവിട്ടെന്ന് പറഞ്ഞാലും, ആരെല്ലാം ഉപേക്ഷിച്ചെന്ന് വന്നാലും, യാതൊരു സാധ്യതകളും ഇല്ലെന്ന് വന്നാലും, അല്ല നന്മകളെല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് വന്നാലും, അല്ല നിന്നെ വേണ്ട എന്ന് പറയുന്ന, അല്ല നിന്നെ വേണ്ട എന്ന് പറയുന്ന ഈ ലോകത്തിന് മുമ്പിൽ, അല്ല നിന്നെ കുറിച്ച് എനിക്ക് നിന്നെ വേണമെന്ന് പറയുന്ന ഒരുവനുണ്ട്. അവന്റെ പേര് യഹോവയായ ദൈവമെന്ന്. ഈ ലോകം മുഴുവൻ പറയട്ടെ നിന്നെ വേണ്ടെന്ന്. ഈ ലോകം മുഴുവൻ നിന്റെ വാക്ക് കേൾക്കാതിരിക്കട്ടെ, നിനക്കൊരാശ്വാസം തരാനില്ലാതിരിക്കട്ടെ. പക്ഷേ നിന്നെ വേണ്ട എന്ന് പറയുന്നതോ ഭാഗേ എൻ്റെ ദൈവം പറയാ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. സ്തോത്രം. ഉത്തമഗീതത്തിലാണെന്ന് തോന്നുന്നു വാക്യം ഇങ്ങനെ ഉണ്ടല്ലോ, അതെ, കടുംതൂക്കത്തിൻ്റെ മറവിലും പാറയുടെ പുറപ്പിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. സ്തോത്രം. എല്ലാവരും തള്ളിക്കളഞ്ഞ്, എല്ലാവരും ഉപേക്ഷിച്ച്, ആർക്കും നിന്നെ വേണ്ടെന്ന് വരുമ്പോഴും സ്തോത്രം, ആ പ്രാവിൻ്റെ സ്തോത്രം, ആ പ്രാവ് അങ്ങനെ പോയി മറഞ്ഞിരിക്കാൻ കാരണമുണ്ട്. സ്തോത്രം. എല്ലാവരും എന്നെ കൊത്തി ഓടിക്കുമ്പോഴും, കൂട്ടത്തിൽ നിന്ന് പായിച്ച് മാറ്റിവിടുമ്പോഴും,
സ്തോത്രം. രക്ഷപ്പെടുവാൻ കൂട്ടത്തിൽ നിന്ന് കൊത്തിപ്പായിക്കുന്നതും ഉപദ്രവിക്കുന്നതിന് മുമ്പാകെ അവിടെ നിന്ന് രക്ഷപ്പെടും. ഞാൻ അതിൻ്റെ പശ്ചാത്തല ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സ്തോത്രം. അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ നിമ്മറവിടത്തിൽ മാറിയിരുന്ന് കുറിക്കൊണ്ടിരിക്കുമ്പോൾ, ആരും കാണാതെ അല്ലെങ്കിൽ ആരും കേൾക്കാതെ നീ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആരും കാണുന്ന നീ കരയുന്നത് ആരും കാണരുതെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ മുഖം മറച്ച് നീ അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ, ആരും കാണണ്ട, ആരും അറിയണ്ട, കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പകൽ അല്ലെങ്കിൽ കരഞ്ഞാൽ ആരെങ്കിലും കാണും, പകലിനെ വിളിച്ചാൽ ആരെങ്കിലും കേൾക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ ആരും ഹല്ലേലൂയ കാണാതെ കരയുന്ന ദൈവമൈതലേ, ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഒരുവൻ എഴുന്നേറ്റ് വരും. നിന്റെ നിലവിളിക്ക് മുമ്പാകെ, നിന്റെ കരച്ചിലിന് മുമ്പാകെ, നിന്റെ കണ്ണുനീരിന് മുമ്പാകെ ഒരുവൻ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. അവന് നിന്നെ ആവശ്യമുണ്ട്. അവന് നിന്നെ ആവശ്യമുണ്ട്. ഇന്ന് രാവിലെ സമയം അവന്റെ മുഖത്തേക്ക് നോക്കാൻ നീ തയ്യാറാണ്? സ്തോത്രം. എല്ലാവരും നിന്റെ മുഖം മറച്ചു പോകട്ടെ, എല്ലാവരും അകറ്റി നിർത്തട്ടെ. പക്ഷെ നിന്റെ ദൈവം നിനക്ക് മുഖം മറച്ചു കളയത്തില്ല. നമ്മുടെ ദൈവം നമുക്ക് മുഖം മറച്ചു കളയുന്ന ദൈവമല്ല. സ്തോത്രം. ഇവിടെ യോബ് ചോദിക്കുന്നത്, എൻ്റെ വാക്ക് കേൾക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ. സ്തോത്രം. ആശ്വസിപ്പിക്കാൻ വന്നവർ പോലും ഇപ്പോൾ കുറ്റപ്പെടുത്തി കുറ്റവിചാരണ നടത്തിക്കൊണ്ടിരിക്കുക. അവർ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാം രേഖപ്പെടുത്തി വിചാരണ നടത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ദൈവത്തോട് പറ, ദൈവമേ നീ എങ്കിലും എൻ്റെ വാക്കൊന്ന് കേൾക്കണമെങ്കിൽ, എൻ്റെ വാക്ക് കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ. സ്തോത്ര. ദൈവമേ എൻ്റെ ഭാഗം നീ ഒന്ന് കേൾക്കണമേ. സ്തോത്രം. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ അനുഭവ ജീവിതത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം നീ ഒന്ന് മനസ്സിലാക്കണമേ. സ്തോത്രം. നീ എന്നെ കൈവിടല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ എല്ലാ വാക്യങ്ങളും എടുത്ത് പ്രസ്താവിപ്പാൻ താല്പര്യപ്പെടുന്ന സമയം മുമ്പോട്ട് പോകുന്നല്ലോ. സ്തോത്രം. ഇതാ എൻ്റെ ഒപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ ആരോപിക്കുന്ന സകല ആരോപണങ്ങളും അത് വ്യർത്ഥമാണ്, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ ഒപ്പ് അവിടെ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദൈവസന്നിധി സമർപ്പിക്കുക. സ്തോത്രം. തൻ്റെ വിഷയം, തൻ്റെ അവസ്ഥ ദൈവസന്നിധി സമർപ്പിക്കുക. സ്തോത്രം. ഇതാ എൻ്റെ ഒപ്പ്. സ്തോത്രം. സർവശക്തൻ എനിക്ക് ഉത്തരം നൽകുമാറാകട്ടെ. എൻ്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. സ്തോത്രം. എന്തിനാ? അടുത്ത വാക്യം, അത് ഞാൻ എൻ്റെ ചുമലിൽ വഹിക്കുമായിരുന്നു. ഏത്? ഇവർ പറഞ്ഞ് ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഏറ്റെടുക്കുമായിരുന്നു. സ്തോത്രം. അത് ഞാൻ എൻ്റെ ചുമലിൽ വഹിക്കുമായിരുന്നു. ഒരു അല്ലെങ്കിൽ അടുത്തത് ആ എൻ്റെ കാലടികളുടെ എണ്ണം ഞാൻ അവനെ ബോധിപ്പിക്കും. ആ ആ ആ ആ ആ. സ്തോത്രം. യോ പറയാ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രതികൂലമായി കൊള്ളട്ടെ. സ്തോത്രം. യോവിന് ഉത്തമ ബോധ്യമുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ദൈവസന്നിധാനത്തിൽ ഒരു ദൈവത്തോട് പോലും ഒരു തെറ്റ് പറയാതെ, ഇത് നമ്മിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഈ ഒന്നിനാലും യോബ് അതരം കൊണ്ട് ദൈവത്തോട് പാപം ചെയ്തില്ല. സ്തോത്രം. ഇനി എന്തൊക്കെയാ ചെയ്തെന്ന് 31-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ താൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമേ. സ്തോത്രം. അവിടെ സ്ത്രീയെ ഞാൻ മോഹത്തോടെ നോക്കിയിട്ടില്ല. സ്തോത്രം. 2-ാമത്തെ കാര്യം, ഞാൻ എൻ്റെ ദാസന്മാരോട് എന്ത് ചെയ്തില്ല? 3-ാം വാക്യം, അന്യായ ദാസന്മാരോട് ഞാൻ അന്യായം ചെയ്തിട്ടില്ല. താഴോട്ട് വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ ദാസന്മാരോട് അന്യായം ചെയ്തിട്ടില്ല, ഞാൻ ദരിദ്രനെ അവഗണിച്ചിട്ടില്ല. 16 മുതൽ 20 വരെ വാക്യം, ദരിദ്രനെ ഞാൻ അവഗണിച്ചിട്ടില്ല, വിധവയെ അനാഥരെ ഞാൻ പീഡിപ്പിച്ചിട്ടില്ല. ഇവരൊക്കെ ആരോപിക്കുന്ന കാര്യങ്ങളെല്ലാം യോബ് പറയുകയാണ്, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലെന്ന് എടുത്തെടുത്ത് പറയുക. ഞാൻ സമ്പത്തിൽ ആശ്രയിച്ചിട്ടില്ല, ഞാൻ വിഗ്രഹാരാധന നടത്തിയിട്ടില്ല. ഓക്കെ, അതിനിടയ്ക്ക് മറ്റൊരാരോപണം കൂടെ, ഏതാ? നീ വിഗ്രഹാരാധന നടത്തിയിരിക്കുന്നു, ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് മറ്റേതോ ദൈവത്തെ ആരാധിച്ചിട്ട്. ആ വാക്യം കൊണ്ട് വായിച്ചേ, 31-ാം അധ്യായം 26-28-ാം വാക്യം.
26 മുതലുള്ള വാക്യം. സൂര്യൻ പ്രകാശിക്കുന്നതോ ആ. ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നതോ കണ്ടിട്ട് എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും എൻ്റെ വായ് എൻ്റെ കൈയെ ചുംബിക്കുകയും ചെയ്തുവെങ്കിൽ അത് ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടുന്ന കുറ്റമത്രേ. അതിനാൽ ഉയരത്തിലെ ദൈവത്തെ ഞാൻ നിഷേധിച്ചു എന്ന് വരുമല്ലോ. ഞാൻ അതിനാൽ ദൈവത്തെ സൃഷ്ടാവിനെ നിഷേധിച്ചു എന്ന് വരുമല്ലോ. സ്തോത്രം. ഇവിടെ നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ കാണേണ്ട കാര്യമുണ്ട്. സ്തോത്രം. എൻ്റെ ഹൃദയം വശീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ സൂര്യനെയോ ചന്ദ്രനെയോ ആരാധിക്കാതെ എൻ്റെ സൃഷ്ടാവായ ജീവനുള്ള എൻ്റെ ദൈവത്തെ അല്ലാതെ ഞാൻ മറ്റാരെയും ഞാൻ ആരാധിച്ചിട്ടില്ല. അവിടെ പറയാൻ ശ്രദ്ധിക്കണമേ. ചിലരൊക്കെ നമുക്ക് കാണാമല്ലോ, ഈ അവരുടെ കൈ കൊണ്ടുവന്ന് ഇങ്ങനെ ചുണ്ട് ഭാഗത്ത് വെച്ച് ചില ദേവന്മാരുടെ മുമ്പിലൊക്കെ വണക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ആരാധനയുടെ ഭാഗമാണ്. സ്തോത്രം. യോബിനെ കുറിച്ച് ഇവരെന്താ പറയുന്നത്? നീ അവയെ ആരാധിച്ചു. യോബ് പറയുക, ഞാൻ സൂര്യനെ നമസ്കരിച്ചിട്ടില്ല, ഞാൻ ചന്ദ്രനെ നമസ്കരിച്ചിട്ടില്ല. സ്തോത്രം. എൻ്റെ വായ്ക്ക് ചുംബനം കൈ കൊണ്ട് എൻ്റെ വായ്ക്ക് എൻ്റെ കൈക്ക് ചുംബനം കൊടുത്തിട്ടില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ എന്നെ ആരാധിച്ചിട്ടില്ല. സ്തോത്രം. സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നതോ കണ്ടിട്ട് എൻ്റെ ഹൃദയം ഗൂഢമായി അതിനെ കണ്ടിട്ട്, അതിൻ്റെ ശോഭ കണ്ടിട്ട്, സ്തോത്രം, അതിൻ്റെ ആ ജ്വലനം കണ്ടിട്ട് ഞാൻ എൻ്റെ ഹൃദയം വശീകരിക്കപ്പെട്ടിട്ടില്ല. എൻ്റെ വായ് എൻ്റെ കൈയെ ചുംബിച്ചിട്ടില്ല. ഞാൻ അതിനെ ആരാധിച്ചിട്ടില്ല. സ്തോത്രം. സ്തോത്രം. നമുക്കറിയാം, ഈ ബാബിലോൺ സംസ്കാരത്തിലുള്ള ആരാധനയാണ് ഈ സൂര്യ നമസ്കാരം, സൂര്യാരാധന. ചന്ദ്രനെ ആരാധിക്കുന്നവരും അതനുസരിച്ച് കാലം നോക്കുന്നവരെയൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതൊന്നും അവരോടുകൂടെ ഞാൻ കൂടിയിട്ടില്ല. അങ്ങനെയുള്ളവരുടെ കൂടെ ഞാൻ അവരോട് കൂടിയിട്ടുമില്ല, അവയെ ഞാൻ ആരാധിച്ചിട്ടുമില്ല, അവരെന്നെ വശീകരിച്ചിട്ടുമില്ല. ഇതൊക്കെ ആരോപണമാ. സ്തോത്രം. നമ്മെക്കുറിച്ച് എന്തെല്ലാം ആരോപണങ്ങൾ മറ്റുള്ളവർ പറഞ്ഞാലും നീ ദൈവസന്നിധാനത്തിൽ വിശ്വസ്തയോടെ നിലനിൽക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ ആരോപിച്ചു കൊള്ളട്ടെ, എന്തൊക്കെ നിന്നെക്കുറിച്ച് പറഞ്ഞു കൊള്ളട്ടെ, സ്തോത്രം, സകല രഹസ്യങ്ങളും അറിയുന്ന, സകല സത്യങ്ങളും അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ ആ ദൈവമായിട്ടാണ് നിനക്ക് കാര്യമുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ആ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്റെ സകല വിഷയങ്ങളും അവതരിപ്പിച്ചാൽ മതി. അവൻ നിന്നെ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവരുവാൻ മതിയായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. യോബ് പറയുന്നത് ശ്രദ്ധിക്കുക, ഞാൻ അങ്ങനെയുള്ളതിനൊന്നും പോയിട്ടില്ല. അങ്ങനെ ചെയ്താൽ ന്യായാധിപൻ ശിക്ഷിക്കുവാനുള്ള അകൃത്യമാണത് എന്ന് പറഞ്ഞാൽ ന്യായാധിപതിയായ ദൈവം ശിക്ഷിക്കാനുള്ളൊരു കുറ്റമാണ്. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ തക്ക ശിക്ഷ എനിക്കുണ്ടാകട്ടെ. ഈ 31-ാം അധ്യായം വായിച്ചാൽ മതി, നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ കരങ്ങളൊന്ന് ഏൽപ്പിച്ച് നമുക്ക് പറയാമോ? ദൈവസന്നിധാനം സമർപ്പിച്ച് നമുക്ക് ധൈര്യത്തോടെ പറയാമോ? എൻ്റെ കയ്യിലൊരു കുറ്റവുമില്ല, ഒരു അകൃത്യവുമില്ല. എൻ്റെ കയ്യിൽ രക്തം അല്ലെങ്കിൽ ഉണ്ടായിട്ട് രക്തക്കറ എൻ്റെ കയ്യിലില്ല, പാപക്കറ എൻ്റെ കയ്യിലില്ല, എൻ്റെ ഹൃദയത്തിൽ പാപക്കറയില്ല, എൻ്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ അകൃത്യം നിറഞ്ഞിട്ടില്ല, എൻ്റെ ഹൃദയത്തിൽ കൊണ്ട് ഞാൻ ദൈവത്തോട് പാപം ചെയ്തിട്ടില്ല, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തോട് പാപം ചെയ്തിട്ടില്ല, എൻ്റെ ചെവി കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തോട് പാപം ചെയ്തിട്ടില്ല, എൻ്റെ ചിന്ത കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തോട് പാപം ചെയ്തിട്ടില്ല എന്ന് ഇന്ന് രാവിലെ സമയം നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും? ഇല്ല. ഒരു പക്ഷേ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ സമയം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കർത്താവേ, അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം ഈ ദിവസങ്ങൾ കൽപ്പിക്കണമേ. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴകൾ, സ്തോത്രം, എന്നോട് ക്ഷമിക്കണമേ. നിന്നെ കാണുവാൻ, നിന്നെ അറിയുവാൻ, നിന്നെ കേൾക്കുവാൻ ആരുമില്ലെങ്കിലും ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം, നിന്നെ അറിയുന്ന ഒരുവനുണ്ട്. നിന്റെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ പൂർണ്ണമായി അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരകളിൽ നിന്ന് രാവിലെ സമയം നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? സകല ഹൃദയ രഹസ്യങ്ങളെയും അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധാനത്തിലാണ് ഇന്ന് പകൽവേള നാം കടന്നു വന്നിരിക്കുന്ന ഉത്തമ ബോധ്യത്തോടെ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനിടയാകട്ടെ. ദൈവസന്നിധാനം നമുക്ക് പറയുവാൻ കഴിയട്ടെ, കർത്താവേ, എൻ്റെ കയ്യിൽ ഒരു അകൃത്യമില്ല. സ്തോത്രം. ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല. സ്തോത്രം. ഞാൻ ആർക്കും
ഹല്ലേലൂയ, സ്തോത്രം. ഒരു ദോഷം ചെയ്തിട്ടില്ല, ഞാൻ ആരോടും പകരം വീട്ടിയിട്ടില്ല. ഹല്ലേലൂയ, ഞാൻ ആരോടും ദോഷമായി പ്രവർത്തിച്ചിട്ടില്ല, ആർക്കും വിരോധമായി ദോഷമായി ചിന്തിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഇന്ന് പകൽവേള ധൈര്യത്തോടെ നമുക്ക് പറയാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ നിന്റെ സ്ഥിതിക്ക് അവൻ മാറ്റം വരുത്തും. നിന്റെ ആദ്യ സ്ഥിതി അല്പമായി തോന്നാം, അങ്ങനെയെങ്കിൽ നിന്റെ അന്തിമ സ്ഥിതി അതിമകത്താക്കി അവൻ തീർക്കുവാനിടയായി തീരും. നിന്റെ കയ്യിൽ കുറ്റം, നിന്റെ കയ്യിൽ ഹല്ലേലൂയ പാപം, നിന്റെ അകൃത്യം നിറഞ്ഞിട്ടില്ലെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ അകൃത്യം നിറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ല നിന്റെ ആദ്യ സ്ഥിതി അല്പമായി നിനക്ക് തോന്നുന്നുവെങ്കിൽ, നിന്റെ അന്തിമ സ്ഥിതി അതിമകത്തായി തീർക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടിയുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് പകൽവേള ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കട്ടെ. നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ ഹൃദയഭാരങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അയ്യോ, നിലവിളിക്കുന്ന നിലവിളി എൻ്റെ ഭാഗം കേൾക്കുന്നവനുണ്ടായിരുന്നെങ്കിൽ, സ്തോത്രം, എൻ്റെ സങ്കടങ്ങൾ കേൾക്കുവാൻ ഒരുവനുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ എൻ്റെ അപേക്ഷകളൊക്കെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു, ഇതാ എൻ്റെ ഒപ്പ്. സ്തോത്രം. നമ്മുടെ അപേക്ഷകളൊക്കെ ശത്രു നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ, ശത്രു നമുക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ, ശത്രു നമുക്കെതിരെ പോരാട്ടം നടത്തുമ്പോൾ, സ്തോത്രം, ദൈവത്തോട് പറ. സ്തോത്രം. നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള, നമ്മെ രക്ഷിപ്പാൻ കഴിവുള്ള, നമ്മുടെ സങ്കടയാചനകൾക്ക് പരിഹാരം വരുത്താൻ കഴിവുള്ള, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുന്ന ദൈവത്തോട് പറ, ദൈവമേ സ്തോത്രം, എനിക്ക് പകരം ചെയ്യുവാൻ കഴിയില്ല. സ്തോത്രം. പകരം അങ്ങ് ചെയ്യുന്ന ദൈവമാണ്. അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. എൻ്റെ സ്ഥിതി അറിഞ്ഞ്, എൻ്റെ വിഷയങ്ങൾ അറിഞ്ഞ് ഈ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ദൈവത്തിൽ നിലവിളിക്കുന്ന ദൈവം ഇതല്ലേ, ദൈവത്തിൽ കരയുന്ന ദൈവം ഇതല്ലേ. സ്തോത്രം. അവൻ്റെ സന്നിധിയിലൊന്ന് അടുത്തിയല്ലേ. മനുഷ്യൻ്റെ മുമ്പിൽ കരയല്ലേ, ദൈവത്തിൻ്റെ മുമ്പിൽ കര. സ്തോത്രം. നീ മനുഷ്യൻ്റെ മുമ്പിൽ കരഞ്ഞാൽ പലതും അവർ വ്യാഖ്യാനിച്ചെന്ന് വരാം, പല വ്യാഖ്യാനങ്ങൾ നടത്തിയെന്ന് വരാം. പക്ഷേ ദൈവത്തിൽ കരഞ്ഞാൽ നിന്റെ യഥാർത്ഥ അവസ്ഥ കണ്ട്, നിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി നിനക്ക് വേണ്ടി അവൻ ക്ഷണത്തിൽ ഇടപെടുവാനിടയാകും. ഇന്ന് രാവിലെ സമയം ആരെങ്കിലും അങ്ങനെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാ. സ്തോത്രം. നിന്റെ സങ്കടയാചന കാണുവാൻ, നിന്റെ കണ്ണുനീർ കാണുവാൻ, നിന്റെ വേദന അറിയുവാൻ ആരുമില്ലെങ്കിലും ഇതെല്ലാം അറിയുന്ന ഒരുവനുണ്ട്. സ്തോത്രം. അവൻ്റെ പക്കൽ ഏൽപ്പിക്കും, അവൻ്റെ സന്നിധിയിൽ സകല വിഷയങ്ങളും സമർപ്പിക്കും. സ്തോത്രം. അവൻ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ദൈവമാണ്, അവൻ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ദൈവമാണ്. സ്തോത്രം. അവൻ നിനക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്ത് നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. അവൻ ദീർഘക്ഷമയുള്ള ദൈവമാണെങ്കിലും തൻ്റെ ഭക്തന്മാരുടെ കാര്യത്തിൽ വേഗത്തിൽ എഴുന്നേറ്റ് പ്രതിക്രിയ ചെയ്ത് അവരെ രക്ഷിക്കും. സ്തോത്രം. നമ്മുടെ വിഷയത്തിൽ അവൻ വേഗത്തിൽ എഴുന്നേറ്റ് പ്രതിക്രിയ ചെയ്ത് അവൻ നമ്മെ രക്ഷിക്കും. നിന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിട്ടില്ലെങ്കിൽ, നിന്റെ കൈ കുറ്റമറ്റതാണെങ്കിൽ, സ്തോത്രം, ദൈവസ്ഥനം നിന്റെ കൈ നിർമ്മലമാണെങ്കിൽ, നിന്റെ ഹൃദയം നിർമ്മലമാണെങ്കിൽ അവൻ ഇപ്പോൾ എഴുന്നേറ്റ് വരും. സ്തോത്രം. ദൈവം ഇപ്പോൾ എഴുന്നേറ്റ് വരും. ഇന്ന് പകൽവേള മടങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരവുമായി നിങ്ങൾ മടങ്ങിപ്പോകും. നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരവുമായി മടങ്ങിപ്പോകും. സ്തോത്രം. ഇവിടെ ആരൊക്കെ ഏതൊക്കെ വിഷയത്തോളം കടന്നു വന്നത് എനിക്കറിയില്ല, ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയില്ല. നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, നിങ്ങളുടെ സങ്കടങ്ങളെ അറിയുന്ന ദൈവമാണ്. സ്തോത്രം. അവൻ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. ആ ദൈവത്തിന് സമർപ്പിക്കാം. നമ്മുടെ തലകളെ വണക്കാം. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. സ്തോത്രം. അവനിപ്പോൾ എഴുന്നേറ്റ് വരും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ അവൻ അതിലാക്കും. സ്തോത്രം. നിന്റെ പ്രശ്നത്തിന് വേണ്ടി പരിഹാരം വരുത്തുവാൻ അവൻ എഴുന്നേറ്റ് വരും. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകം നിന്റെ വാക്ക് കേട്ടില്ലെങ്കിലും, നിന്റെ സങ്കടം അറിഞ്ഞില്ലെങ്കിലും, നിന്റെ സങ്കടം അറിയുന്ന, നിന്റെ കണ്ണീര് കാണുന്ന ദൈവമുണ്ട്. ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കും. കർത്താവിൻ്റെ മേശയിലെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാമല്ലോ. സ്തോത്രം. ഈ രാവിലെ സമയം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. കർത്താവിൻ്റെ മേശ നമുക്ക് അനുഗ്രഹത്തിൻ്റെ മേശയായി തീരേണ്ടതിന് ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ധ്യാനിപ്പാനിടയാകട്ടെ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് എന്തെന്ന് ഓർക്കുവാനിടയാകട്ടെ. അവൻ നമുക്ക് വേണ്ടി അടിക്കപ്പെട്ടു,
അവൻ നമുക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. കൈകാലുകൾ ആണികൾ കേൾപ്പിച്ചു കൊടുക്കപ്പെട്ടു. ഹൃദയം ഹല്ലേലൂയ കുത്തി തുളയ്ക്കപ്പെട്ടു. തലയിൽ മുൾക്കിരീടം ധരിച്ചു. സ്തോത്രം. അവൻ നിന്ദിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു. സ്തോത്രം. ഇതുപോലെ നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള മറ്റൊരു വ്യക്തി കാണുന്നില്ല. എന്തിനെന്നറിയാമോ? എനിക്ക് നിങ്ങൾക്കും വേണ്ടി നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കാം, ഓർക്കാം. സ്തോത്രം. ഗത്സമന മുതൽ ഗോൽഗോഥ മലമുകൾ വരെ, കുന്നുവരെ അവൻ സ്തോത്രം അനുഭവിച്ച പീഡകൾ, ശത്രുക്കൾ അവനെ പീഡിപ്പിച്ചത്, നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ, വേദനകൾ നമുക്ക് ധ്യാനിക്കാം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ മേശയിൽ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മുമ്പോട്ട് കടന്നു വരാമല്ലോ. നമുക്ക് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം, നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവത്തോട് മനുഷ്യരോട് കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന ജലസ്നാനം സ്വീകരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഒരു ദൈവ ഇതിൽ മാത്രമാണ് ഇതിൽ സംബന്ധിപ്പാൻ അനുവാദമുള്ളത്. സ്തോത്രം.